അവൻ ദൈവരൂപത്തിലിരിക്കെ ആ അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിന് മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആമേൻ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്. ഞാൻ മൈക്കിൽ കൂടി ആ വേദഭാഗം ഒരിക്കൽ കൂടി വായിക്കാം. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. കരമുയർത്തി ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരുവൻ, സ്തോത്രം, മരണത്തെ അതിജീവിച്ച ദൈവം. ഞങ്ങളിവിടെ സുവിശേഷം അറിയിക്കുന്നതിന് 3 കാരണമുണ്ട്. 1, സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷമാണ്. 2, നരകത്തെക്കുറിച്ചുള്ള ഭീകരതയാണ്. 3, യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ. ഭൂലോകത്തൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കണം. അപ്പൊ സ്വർഗത്തെക്കുറിച്ചുള്ള സന്തോഷവും നരകത്തെക്കുറിച്ചുള്ള ഭീകരതയും യേശു ക്രിസ്തുവിൻ്റെ വാക്കുകളും ഞങ്ങളെ സുവിശേഷം അറിയിക്കുവാൻ പ്രേരിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ രക്തത്തിൽ രക്തവും മാംസത്തിൽ മാംസവുമായ ദേശനിവാസികളോട് ആദ്യമായൊരു അഭ്യർത്ഥന, ഈ ചിന്തകളെ തട്ടിക്കളയാതെ ഇതിനെ മാർവോട് ചേർക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞങ്ങളെ രക്ഷിച്ച ശ്രീയേശുനാഥൻ നിങ്ങളെ രക്ഷിപ്പാൻ സർവശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ വായിച്ചു എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, ആ നാമമായ യേശുവിൻ്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെ മടങ്ങുന്ന നാമം. അപ്പൊ 3 ലോകവും മുട്ടുമടക്കുന്ന ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ നാമമാണ്. കരമുയർത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, 3 വർഷമായി പാൻഡമിക് സിറ്റുവേഷനോടെ നമ്മൾ കടന്നുപോയി. 1.5 മീറ്റർ അകലം പാലിച്ചത് കൊണ്ടോ 10 രൂപയുടെ മാസ്ക് ധരിച്ചത് കൊണ്ടോ സാനിറ്റൈസറോ സോപ്പോ യൂസ് ചെയ്തത് കൊണ്ടോ 2 ഡോസ് മരുന്നെടുത്തത് കൊണ്ടോ മഞ്ഞൾ വെള്ളം കുടിച്ചത് കൊണ്ടോ കരിഞ്ഞീരകം വാരി തിന്നത് കൊണ്ടൊന്നും അല്ല ഇതിനകത്തിരിക്കുന്നത്. ദൈവത്തിന് നമ്മളോടുള്ള ദയ. പ്രൈസ് ദി ലോർഡ്. 2019 നവംബർ മാസം 19-ാം തീയതി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് എന്ന് പറയുന്നതായ ദിനപത്രത്തിൽ വന്ന വാർത്തയനുസരിച്ച് ചൈനയിലെ വുഹാനിൽ ഹുബി എന്ന പ്രദേശവാസിയായ 55 വയസ്സുള്ള ചെമ്മീൻ കച്ചവടക്കാരി ഒരു സഹോദരി തുടക്കം കുറിച്ച 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള COVID-19 എന്ന കൊറോണ വൈറസ്. നമുക്കറിയാം, ചില ആഴ്ചകൾക്കുള്ളിൽ പണ്ഡിതനെന്നോ ഭാമരനെന്നോ കുബേരനെന്നോ കുചേലനെന്നോ വിദ്യാസമ്പന്നനെന്നോ വിദ്യാവിഹീനനെന്നോ അതിർവരമ്പുകളോ വേർവ്യത്യാസങ്ങളോ ഇല്ലാതെ ലോകത്തെ മുഴുവൻ അടച്ചുപൂട്ടലിൽ കൊണ്ടെത്തിച്ചു. 10 രൂപയുടെ സോപ്പ് കൊണ്ട് കഴുകിയാൽ പോകുന്ന ജീവനില്ലാത്ത ഈ വസ്തു, അല്ല ഈ 0.1 മൈക്രോൺ മാത്രം വലിപ്പമുള്ള കുഞ്ഞൻ വൈറസ് നമ്മെ പഠിപ്പിച്ച ഒരു പാഠമുണ്ട്. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്കൊന്നും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. മനുഷ്യന്റെ പ്രയത്നങ്ങൾക്ക് ഒരിക്കലും അവനെ രക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി ഈ പന്തലിനകത്തും പുറത്തും ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, പ്രാർത്ഥിക്കുന്നവർക്ക് അസാധ്യമായ ഒരു കാര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കിൽ എൻ്റെ സാക്ഷ്യം കൂടെ പറയാം. യേശുവിനെ അറിയാത്തൊരു കുടുംബത്തിലാണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത്. രക്ഷ എന്തെന്ന് ഞങ്ങൾക്കറിയത്തില്ല. അറിയാവുന്ന രക്ഷയ്ക്ക് കാലാവധികളുണ്ട്. കാലാവധി കഴിയുമ്പോൾ അത് അഴിച്ചു കളയും. എന്നാൽ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ TPM-ലെ കൂട്ടുകാരിലൂടെയാണ് ഞാൻ ആദ്യമായി യേശുവിനെ കുറിച്ച് കേട്ടത്. ഒരിക്കൽ പോലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. കാരണം വളർന്നു വന്ന സാഹചര്യവും
പഠിച്ചു വെച്ച പാഠങ്ങളുമൊക്കെ ഈ പുസ്തകത്തിനെതിരായിരുന്നു. എന്നാൽ ഒത്തിരി ഈ നാമത്തിനെതിരെ നിരാകരിച്ചു. ഒത്തിരി ഇതിനെതിരെ സംസാരിച്ചു. ക്രിസ്തീയ പാട്ടുകളും വചനങ്ങളും ഒക്കെ തിരുത്തി എഴുതുകയും ഒത്തിരി വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാൽ വേദപുസ്തകത്തിന്റെ പൊരുളുകളെ തിരിച്ച് ജീവിക്കുന്ന ദൈവമായ ക്രിസ്തുവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ അംഗീകരിക്കുവാൻ കഴിയാതെ ഈ നികൃഷ്ട വസ്തു കൈകൊണ്ട് തൊടത്തില്ലെന്ന് പറഞ്ഞ് ഇതിനെ നിരാകരിച്ചതാ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ധൈര്യത്തോടെ പറയും, ആരൊക്കെ ഇതിന് വിരുദ്ധമായി കരമുയർത്തിയിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം തമ്പുരാൻ ഇത് ചുമപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ ഇതിന് വിരുദ്ധമായി അതരം തുറന്നിട്ടുണ്ടോ അവരെ കൊണ്ടെല്ലാം യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമെന്ന് എൻ്റെ ദൈവം പറയിപ്പിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാകിയാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി ഇതിനെതിരെ നിരാകരിച്ചു. ഒടുവിൽ അന്യഭാഷ പറയുന്നവരുടെ അന്യഭാഷ തിരുത്തി എഴുതിയിട്ടും പാട്ടുകൾ തിരുത്തി എഴുതിയും വാക്യങ്ങൾ തിരുത്തി എഴുതിയും ഗ്രൂപ്പായി ചേർന്ന് ഒത്തിരി പ്രവർത്തിച്ചു. എന്നാൽ വേദപുസ്തകത്തിൻ്റെ കാതലായ മർമ്മങ്ങളിലെ അതിങ്ങനെ പ്രസ്താവിച്ചിട്ട് ഒടുവിൽ പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവം, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ദൈവം, ഏക സത്യദൈവം എന്നൊക്കെ പറഞ്ഞപ്പോൾ അംഗീകരിക്കാൻ കഴിയാതെ തുറക്കപ്പെട്ട വേദപുസ്തകത്തിന്റെ താളുകളെ വലത് കൈ കൊണ്ട് വരച്ചു കീറി പരുക്കനുള്ള സിമന്റ് തറയിലേക്ക് ഇട്ടു. പാരകന്റെ ചെരുപ്പ കാൽക്കുന്ന അതുകൊണ്ട് ചവിട്ടി അതിനെ തുപ്പി. നിങ്ങളുടെ യേശു ജീവിക്കുന്ന ദൈവമാണെങ്കിൽ അവന്റെ ശക്തി ഒന്ന് കാണട്ടെന്ന് പറഞ്ഞ് ഒരു കൊച്ചു കുഞ്ഞിന്റെ പേപ്പർ കീറിക്കുന്ന ലാഘവത്തോടെ വേദപുസ്തകം വലിച്ചു കീറി. ഒറ്റ വാക്കിൽ ആ സാക്ഷ്യം ഞാൻ പറയാം. ഏത് കരം കൊണ്ട് പുസ്തകം വലിച്ചു കീറിയോ അതേ കരം തളർന്ന്, ഏത് കാലുകൊണ്ട് അതിനെ ചവിട്ടിയോ അതേ കാല് തളർന്ന്, ഏത് അതരം കൊണ്ട് അതിനെ തുപ്പിയോ അതേ നാവ് സ്തോത്രം താണ്. ലോകത്തിലെ വൈദ്യന്മാർ ഉപേക്ഷിച്ച് എൻ്റെ യേശു രക്ഷിച്ചു. ഞാൻ എങ്ങനെ ദൈവത്തെ സ്തുതിക്കാതിരിക്കും? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സ്തോത്രം പാസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ചർച്ചിലായാലും അതേ സ്റ്റേജിലായാലും ഒക്കെ ഇങ്ങനെ ഒന്ന് സ്തുതിച്ചേ, ഒന്നുകൂടെ ഒന്ന് സ്തുതിച്ചേ, കൈ കുടഞ്ഞുകൊണ്ട് സ്തുതിച്ചേ, തല കുലുക്കിക്കൊണ്ട് സ്തുതിച്ചെന്നൊക്കെ പറയാറുണ്ട്. സ്തോത്രം. എന്നാലും ശവക്കോട്ടെ കുരിശിരിയുന്ന പോലെ വന്നിരുന്നിട്ട് പോകുന്നവരുണ്ട്. പക്ഷേ സ്തോത്രം, എന്നെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ അധ്യാപകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അകം തിളച്ചു മറിയുന്നവൻ അധരം പൂട്ടി ദൈവസ്ഥലിൽ ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. കാരണം കർത്താവ് നമ്മുടെ ജീവന്റെ ബലമോ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. പ്രൈസ് ദി ലോർഡ്. അർത്ഥം തൊണ്ടക്കുടി ശബ്ദമുള്ളപ്പോൾ അതരം പൂട്ടി ഇരിക്കരുതെന്ന്. കരങ്ങൾക്ക് ബലമുള്ളപ്പോൾ കരമടിച്ചു ദൈവത്തെ സ്തുതിക്കണം. കാലുകൾക്ക് ബലമുള്ളപ്പോൾ ഒറ്റ യോഗം മുടക്കരുതെന്ന്. ആരോഗ്യമുള്ള ശരീരം അല്ലെ നമ്മൾ കഴിച്ച ഭക്ഷണത്തെയും കുടിച്ച വെള്ളത്തെയും ശ്വസിച്ച പ്രാണവായുവിനെ ശുദ്ധീകരിച്ചു തന്ന ദൈവത്തെ എത്രത്തോളം സ്തുതിച്ചാൽ മതിയാകും. ദൈവം ചെയ്ത നന്മകളെ ഓർത്താൽ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്താൽ, പരപ്രേരണയാൽ അല്ല നാം ദൈവത്തെ സ്തുതിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം സ്തോത്രം, മുസ്ലിം സഹോദരങ്ങൾ ഒരു ദിവസം 5 പ്രാവശ്യം നിസ്കരിക്കും. 7 ദിവസമാകുമ്പോൾ 7×5 35. ഹൈന്ദവ സഹോദരങ്ങൾ, ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. അവർ രാവിലെ ക്ഷേത്ര ദർശനം നടത്തും, വൈകിട്ട് ദീപാരാധന തൊഴും. ദിവസം 2 പ്രാവശ്യം, 7 ദിവസമാകുമ്പോൾ 14 പ്രാവശ്യം. മുസ്ലിം സഹോദരങ്ങൾ ആഴ്ചയിൽ 35 പ്രാവശ്യം നിസ്കരിക്കുമ്പോൾ ഹൈന്ദവ സഹോദരങ്ങൾ സ്തോത്രം 14 പ്രാവശ്യം ക്ഷേത്ര ദർശനം നടത്തുന്നു. എന്നാൽ ക്രിസ്ത്യാനി, നിങ്ങളിപ്പോൾ വിചാരിക്കുന്ന ഇത് ഏത് ഗ്രൂപ്പിൽ നിൽക്കുന്നതെന്ന്. പ്രൈസ് ദി ലോർഡ്. ആഴ്ചയിൽ ഒരിക്കൽ വന്ന ഈജിപ്തിലെ പിരമിഡ് പോലെ വന്ന് ഇരുന്നിട്ട് പോകാനല്ല. നാം ആരാധിക്കുന്ന ദൈവം മരണപാശങ്ങളെ അടിച്ചവനാ, പിശാചിന്റെ ശക്തികളെ തകർത്തവനാ, സാത്താന്റെ കോട്ടകളെ തകർത്തവനാ. അങ്ങനെയെങ്കിൽ ജീവനുള്ളവന്റെ ശക്തിയാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. ഓ, അത്യുന്നതന്റെ ശക്തിയാണ് നമ്മുടെ അകത്ത് വന്നത്. ഈ ശക്തി ലഭിച്ചവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന്. സ്തോത്രം. ഈ ശക്തി അകത്ത് വന്നാൽ മൗനമായിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പുസ്തകം പറയുന്ന ആത്മപൂർണ്ണം ഭ്രാന്തന. അവനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും, അവനങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് അകത്ത് വന്നാൽ ആള് മാറും. നമുക്കറിയാം സ്തോത്രം, പത്രോസ് 3.5 വർഷം യേശുവിനോടൊപ്പം നടന്നതാ.
അതിനെക്കാട്ടി വലിയ ബൈബിൾ കോളേജ് ഒന്നും ഇവിടെ ഇല്ല സഹോദരങ്ങളെ. ആ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അപ്പം തിന്നതാ, 5000 പേർക്ക് കൊടുക്കുന്നത് കണ്ടതാ, കൊട്ടയോടെ വീട്ടിൽ കൊണ്ടുപോയതാ, അമ്മായിയമ്മയ്ക്ക് സൗഖ്യം കിട്ടിയതാ, പടക് നിറഞ്ഞതാ, ഒക്കെ ശരിയാ. പക്ഷേ യേശുവിനെ ക്രൂശീകരിക്കാൻ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, ഒരു സ്ത്രീ വന്ന് ഇവന്റെ വേഷഭൂഷാദികളും ഭാഷയും ഒക്കെ കണ്ടുകൊണ്ട് പറഞ്ഞു, നീയും അവനോടൊപ്പം ഉള്ളതാ. ഞാൻ ഒരു ദൂത് പറയാം, അകത്തു ശക്തിയില്ലെങ്കിൽ പ്രതികരിക്കാൻ പറ്റത്തില്ല. പ്രതികരണമൊക്കെ വേറെ ആയിരിക്കും. സ്തോത്രം. ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ പറഞ്ഞാട്ടെ, ലജ്ജിക്കരുത്. ഹല്ലേലൂയ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയല്ല. പക്ഷെ ഇന്ന് രാത്രി ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാം, ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വന്നാൽ നീ ലജ്ജിക്കരുത്. ആ നാമം ധരിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആ പെണ്ണിന്റെ മുമ്പിൽ പത്രോസ് പ്രാകാനും ആണയിടാനും തുടങ്ങി. ഞാൻ അവനെ അറിയുന്നില്ല. പക്ഷേ മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്നവരുടെ കൂട്ടത്തിൽ പത്രോസും ഉണ്ടായിരുന്നു. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ മുട്ടുമടക്കേന്റെ 10-ാം ദിവസം ഇറങ്ങി വന്ന ആത്മസാന്നിധ്യം, പരിശുദ്ധാത്മാവ് വന്നാൽ ആളുമാറും. പരിശുദ്ധാത്മാവ് ഒരുവന്റെ മേൽ വന്നാൽ അവൻ ആളുമാറും. ഒന്നുകൂടി പറഞ്ഞാൽ, സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുന്നതാണ് ഈ സാന്നിധ്യം. നമുക്കറിയാം, നമ്മുടെ ആദരണീയനായ പ്രസ്ബിറ്റർ സാർ ഇവിടെ വന്ന് നിന്നപ്പോൾ ചെറിയ രീതിയിലൊക്കെ സംസാരിച്ചു തുടങ്ങി. പക്ഷേ വചനം അങ്ങോട്ട് പറയാൻ തുടങ്ങിയപ്പോൾ ആളങ്ങ് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, മുട്ടുമടക്കിയവരുടെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങിയപ്പോൾ അവനെ അറിയത്തില്ലെന്ന് പറഞ്ഞ പത്രോസിന്റെ മേലും ഈ സാന്നിധ്യം ഇറങ്ങി വന്നു. ദൈവ സാന്നിധ്യം ഒരുവന്റെ മേൽ വന്നാൽ അവൻ ആളുമാറും. ദാവീദേ, നിന്റെ മേലുള്ള അഭിഷേകം നിന്റെ അപ്പനും അമ്മയ്ക്കും കൂടപ്പറപ്പുകളും അറിയത്തില്ല. യോസഫേ, നിന്റെ മേലുള്ള അഭിഷേകം നിന്റെ അപ്പനും അമ്മയ്ക്കും വീട്ടുകാർക്കും അറിയത്തില്ല. ആരും അറിയാത്തൊരു അഭിഷേകമാണ് നിന്റെ മേൽ കിടക്കുന്നത്. സ്തോത്രം. ഒരുത്തനും അറിയാത്തൊരു അഭിഷേകം. സ്തോത്രം. എത്ര സന്തോഷമാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ പത്രോസ് 11 പേരുടെ നടുവിലങ്ങ് എഴുന്നേറ്റ് നിന്നു. പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല സഹോദരങ്ങളെ. പുറത്തുനിന്ന് ഓടി വന്നവരെല്ലാം കൂടെ പറഞ്ഞാണ്ട് വീഞ്ഞു കുടിച്ചിട്ടാണ് ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്, പുതുഭാഷയിൽ സംസാരിക്കും. സ്തോത്രം. ഇത് പറഞ്ഞപ്പോൾ അല്ല സഹോദരന്മാരെ എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണ തിരുത്താൻ ആളെ എഴുന്നേറ്റത്. പക്ഷേ ആത്മാവിനാൽ നിറയപ്പെട്ടവൻ എഴുന്നേറ്റ് നിന്നാൽ ദൈവമഹത്വം വെളിപ്പെടും. ഒരു സാധാരണ പെങ്കോച്ചിന്റെ മുമ്പിൽ ഞാനും അവനോടൊപ്പം ഉള്ളതാ കൊച്ചെന്ന് പറയാൻ ചങ്കുറപ്പില്ലാത്തവൻ കാത്തിരുന്ന് പ്രാപിച്ച അഭിഷേകത്താൽ അങ്ങോട്ട് എഴുന്നേറ്റപ്പോൾ 3000 പേരെ അകത്തോട്ട് കൊണ്ടുവന്ന് ഒരുത്തനായി എഴുന്നേറ്റ് നിന്നതാ. പക്ഷെ കൂടി വന്ന ജനം പറഞ്ഞു കേട്ടോ, സഹോദരന്മാരായ പുരുഷന്മാരെ, സഹോദരം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒരുത്തൻ അങ്ങോട്ട് എഴുന്നേറ്റ് നിന്നാൽ മറ്റുള്ളവർ മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് കുത്തുകൊണ്ടവൻ പറയാ, സഹോദരനാന്നല്ല വിളിച്ചത്, സഹോദരന്മാരായ പുരുഷന്മാരെ. ജീസസ്. ഹല്ലേലൂയ. നോക്കിക്കേ, ആളങ്ങ് മാറി. ഈ അഭിഷേകമുള്ളവർക്ക്, ആരാധിക്കുന്നവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. പത്രോസ് യോഹന്നാനും സുന്ദരമെന്ന ദേവാലയത്തിൽ മുടന്തനെ സൗഖ്യമാക്കാൻ പോയതല്ല. സ്തോത്രം. ദൈവം ആ പ്രവൃത്തിയിലോട്ട് അങ്ങ് നയിക്കുകയാ. അഭിഷേകമുള്ളവൻ. ഞാൻ കഴിഞ്ഞ 40 ദിവസം പൂർണ്ണമായിട്ട് ഫാസ്റ്റിങ്ങിൽ വെള്ളം മാത്രം, പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് പറഞ്ഞൊരു ദൂതുണ്ട്, കുഞ്ഞെ, വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ എവിടെ നടന്നു പോയാലും വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാൽ നിറയപ്പെട്ടവൻ എവിടെ പോയാലും. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഗദരദേശത്ത് കാലെടുത്ത് വെച്ചാൽ അല്ലേല് 6000 വേണം ഞെട്ടിവിറയ്ക്കും, അല്ലേല് ദെക്കപ്പൊലി 10 പട്ടണങ്ങൾ വിടുവിക്കപ്പെടും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നുണ്ടോ? അഭിഷേകമുള്ളവനൊരു ദേശത്ത് കാലെടുത്ത് വെച്ചാൽ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നവൻ നടന്നു പോകുന്നിടത്ത് വെള്ളം വ്യാപിക്കുന്നത് പോലെ ആത്മാവിനാൽ നിറയപ്പെടുന്ന എവിടെ കാലെടുത്ത് വെച്ചാലും എന്നും കഷ്ടതയും വേദനയും പറഞ്ഞുകൊണ്ട് കിടക്കരുത്. സ്തോത്രം.
രോഗമോ കഷ്ടമോ വേദനയോ ദുഃഖമോ ഒക്കെ എല്ലാവർക്കുമുണ്ട്. സ്തോത്രം. ഒരിക്കൽ കോവിഡിന്റെ ആരംഭ സമയത്ത് ചോദിച്ചു, നമുക്കിത് വരുമോ എന്ന്. അന്ന് ദൈവാത്മാവിനോട് ഇടപെട്ട ഒരു കാര്യമുണ്ട്. ഈ ബുദ്ധിയുള്ള മനുഷ്യനും ബുദ്ധിയില്ലാത്ത മനുഷ്യനും ഭവനം പണിഞ്ഞത് അദ്ദേഹത്തെ സുവിശേഷത്തിനുണ്ട്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നു? ഒരുവൻ പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞു. ബുദ്ധിയുള്ളവൻ. ബുദ്ധിയില്ലാത്തവൻ മണലിന്മേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്നു, വൻമഴ പെയ്തു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, വീടിന്മേൽ അലച്ചു. അപ്പൊ വൻമഴ പെയ്തപ്പോഴും നദികൾ പൊങ്ങിയപ്പോഴും കാറ്റടിച്ചപ്പോഴും വീടിന്മേൽ അലച്ചപ്പോഴും രണ്ട് വീടിനെ ഒരുപോലെ ബാധിച്ചു. പക്ഷെ പാറമേൽ അടിസ്ഥാനമിട്ടത് തകർന്നു പോകാനിടയായില്ല. അങ്ങനെയെങ്കിൽ ക്രിസ്തുവെന്ന പാറമേലാണോ അടിസ്ഥാനം? രോഗം വരുത്തില്ലെന്നൊന്നും പറഞ്ഞില്ല. അല്ലേലിയ. ഞാൻ ദൈവാത്മാവ് എന്നോട് ഇടപെട്ട, ഈ എല്ലാവരും പോയതുപോലല്ല യോഹന്നാനെ നീ പത്മോസി പോയത്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമോ? പലരും പല കാരണത്താൽ പത്മോസി കയറി. ഒരു ദൂത് ഞാൻ പറയാം. ചിലർക്കൊക്കെ കഷ്ടം വരുമ്പോൾ ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. രോഗം വരുമ്പോൾ പറയാം, എൻ്റെ അപ്പനീ രോഗമോ വല്യപ്പനീ രോഗം, ഇത് എന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഇങ്ങനെ സ്വയം ശപിച്ചും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞും ഇരിക്കാതെ അകത്തളത്തിൽ ആത്മാവിൻ്റെ കൃപ വ്യാപിച്ചവൻ പറയണം, എല്ലാവരും പോയതുപോലെ അല്ല യോഹന്നാനെ നീ പത്മോസി പോയത്. പലരും പല കാരണത്താൽ അവിടെ കയറി. പക്ഷെ നിന്നെ ഇതിനകത്ത് തമ്പുരാൻ കയറ്റിയതിന്റെ പിന്നിൽ ദൈവത്തിന് ചില പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ പറ്റുമോ? അതെ, ഹല്ലേലൂയ. എല്ലാവരും കയറിയ പോലെ നീ കയറിയ നിനക്ക് തോന്നിയാലും ഹല്ലേലൂയ, അതിനകത്തുനിന്ന് ഒരുത്തനും പുറത്തു വന്നിട്ടില്ല. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്നാൽ നീ അതിനകത്തുനിന്ന് പുറത്തു വരും. എല്ലാവരും കയറിയതുപോലെ അല്ല പത്മോസി യോഹന്നാൻ കയറിയത്. ഒരുത്തനും അതിനകത്തുനിന്ന് പുറത്തു വന്നിട്ടില്ല. എന്നാൽ ഇന്ന് രാത്രി വിളിച്ചു പറയാം, നീ അതിനകത്തുനിന്ന് പുറത്തു വരും. അടുത്ത ജനറേഷന് കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില വെളിപ്പാട് പ്രാപിച്ച് യോഹന്നാൻ അതിനകത്തുനിന്ന് പുറത്തു വന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയെങ്കിൽ ചില പ്രശ്നങ്ങളുടെ നടുവിൽ, ചില വേദനകളുടെ നടുവിൽ ക്ഷീണിച്ചും തളർന്നും മടുത്തും പോകാനല്ല. സ്തോത്രം. അഭിഷേകത്തിന്റെ കൃപ പ്രാപിച്ചവൻ അതിനെ അതിജീവിക്കും. ഈ പ്രശ്നത്തെ ഞാൻ ഓവർകം ചെയ്യുമെന്ന് പറയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം പത്രോസിന്റെ മേൽ വന്നപ്പോൾ ആളങ്ങ് മാറി. ഒറ്റ പ്രസംഗം 3000. പ്രൈസ് ദി ലോർഡ്. ഈ അഭിഷേകം പഴയ നിയമത്തിലെ ഒരു ദാവീദിന്റെ മേൽ വന്നപ്പോൾ അവൻ ആളുമാറി. പത്രോസിന്റെ മേൽ വന്നപ്പോൾ അവൻ ആളുമാറി. എലീശയുടെ മേൽ വന്നപ്പോൾ അവൻ ആളുമാറി. ശ്രദ്ധിക്കണം, കർഷകനായിരുന്ന എലീശയെയും മുക്കുവനായിരുന്ന പത്രോസിനെയും, ഹല്ലേലൂയ, ഇടയനായിരുന്ന ദാവീദിനെയും ആളുമാറിയവരാക്കി മാറ്റിയത് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഈ ശക്തി പ്രാപിച്ചവരെ ഇതിനകത്തിരിക്കുന്നത്. സ്തോത്രം. ഈ ശക്തി പ്രാപിച്ചവരെ ഇതിനകത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ കൂടി വന്നവരുടെ മേൽ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആ വേദഭാഗം എടുക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നു. അത് വായിച്ചാട്ട്. സ്തോത്രം. 4-ാം വാക്യം, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറി. ഓരോരുത്തരുടെ മേലും ഈ സാന്നിധ്യം അങ്ങോട്ട് വന്നപ്പോൾ അവരെല്ലാവരും എന്തായി? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി മാറി. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് 35-ാമത് വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിനു ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ആരോടാ പറഞ്ഞത്? മറിയോട് പറഞ്ഞൊരു ദൂത. നമുക്കറിയാം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഞാൻ ചിലയിടങ്ങളിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് അത് വായിക്കുമ്പോൾ. ദൈവത്തിന്റെ ദൂതൻ സെഖരിയ പുരോഹിതന്റെ അടുക്കൽ വന്ന്, നമുക്കറിയാം കൂറിന്റെ ക്രമപ്രകാരം
ദൈവാലയത്തിൽ നിന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പുരോഹിതന്റെ അടുക്കൽ സ്വർഗം കീറി മുറിച്ച് ദൂതൻ ഇറങ്ങി വന്നു. ദൂതൻ അവിടെ നിന്നുണ്ട് ഭക്തനോട് പറയുന്നൊരു കാര്യമുണ്ട്. നോക്കിക്കേ, അതിന്റെ 1-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം, സെഖരിയാവ് എന്ന പുരോഹിതനോട് ദൂതൻ പറഞ്ഞത് 12-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ആ ആ ആ നോക്കിക്കേ, ദൂതൻ പറയുകയാണ്, സെഖരിയാവേ ഭയപ്പെടരുത്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി നിന്റെ ഭാര്യ എലിസബത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും. അവന് യോഹന്നാൻ എന്ന് പേരിടണം. മതി. താങ്ക് യു സിസ്റ്റർ. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് താഴോട്ടുള്ള ആ വേദഭാഗങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ജനിക്കുവാനിരിക്കുന്ന യോഹന്നാനെ കുറിച്ച് പറയുന്നു. ദൂതൻ പറഞ്ഞു കൊടുക്കുക. സെഖരിയാവെന്ന പുരോഹിതനോടാ പറയുന്നത്. എന്നാൽ പുരോഹിതൻ അവിടെ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാനിത് എങ്ങനെ വിശ്വസിക്കും? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളാ. സാധ്യതകൾ നോക്കിയാൽ ഒരിക്കലും അത് സംഭവിക്കത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പറയാം, സാധ്യതകൾ നോക്കിയാൽ സംഭവിക്കാത്ത ചില വിഷയങ്ങൾ ദൈവാത്മാവിന്റെ ശക്തിയാൽ ഈ നാമം ഉച്ചരിക്കപ്പെടുന്നിടത്ത് സംഭവിക്കും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സാധ്യതകൾ നോക്കിയാൽ സംഭവിക്കത്തില്ല, എന്നാൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നിടത്ത് ഇത് സംഭവിക്കും. വേദപുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, ഒറ്റ രാത്രി കൊണ്ടൊരു രാഷ്ട്രം പിറക്കുമോന്ന്. പിറക്കും. വിശ്വസിക്കുന്നോ? യാക്കോബ് ഇസ്രായേലായി മാറി. തനിക്കുള്ളതെല്ലാം അക്കരെ കടത്തിയ ശേഷം യാബോക്ക് കടവിൽ പ്രാർത്ഥനാ നിരതനായി മാറിയ യാക്കോബ് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഹോശയ്യ 12 കിടപ്പുണ്ട്. അങ്ങനെ ശക്തമായി അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോരാടി പ്രാർത്ഥിച്ചു. ശ്രദ്ധിക്കണമേ, പോരാടി പ്രാർത്ഥിച്ചു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അവൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. വിടുതൽ വേണ്ടവൻ, സൗഖ്യം പ്രാപിക്കേണ്ടവൻ, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടവൻ, സ്തോത്രം, അവൻ ശക്തമായി പ്രാർത്ഥിക്കും. ദൈവത്തിന് ആത്മാവിന്റെ വിലയെക്കുറിച്ച് പുസ്തകം പറയുന്നത് മുഴു ലോകത്തേക്കാളാണ്. ഭിക്ഷക്കാരന്റെ ആത്മാവിനും വിലയുള്ളതാ, അന്ധന്റെ ആത്മാവിനും വിലയുണ്ട്, കുഷ്ഠരോഗിയുടെ ആത്മാവിനും വിലയുണ്ട്, ഗദരദേശത്തെ ഭൂതഗ്രസ്തന്റെ ആത്മാവിനും വിലയുണ്ട്. സ്തോത്രം. ശമരിയയിലെ പാപിയായ സ്ത്രീയുടെ ആത്മാവിനും വിലയുണ്ട്. ഇത് പലപ്പോഴും അകത്തിരിക്കുന്ന നമുക്കറിയത്തില്ല. നോക്കിക്കേ, പിശാചിനറിയാം. സാത്താൻ കർത്താവിന്റെ അടുക്കൽ വന്ന് ഇങ്ങനെയാ പറഞ്ഞത്. യേശു കർത്താവ് സ്നാനം സ്വീകരിച്ചു കഴിഞ്ഞ ഉടൻ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ആ ശബ്ദം ഉയരത്തിൽ നിന്ന് കേട്ടത് വെച്ച് തന്നെ അവൻ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ശത്രു പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താ ചോദ്യം ചെയ്യുന്നത്. അവൻ ചോദിച്ച, നീ ദൈവപുത്രനാണെങ്കിൽ ഈ അപ്പം എന്ത് ചെയ്യണം? കല്ല് അപ്പമാക്കണം. ഈ മല തന്നെ അപ്പമാക്കാൻ കഴിവുള്ള തമ്പുരാനോടോ വന്ന് പറഞ്ഞത്, ഈ കല്ലൊന്ന് അപ്പമാക്കാൻ. നീ ദൈവപുത്രനാണെങ്കിൽ താഴോട്ടൊന്ന് ചാടണം. ഒടുവിൽ അവൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇത് മുഴുവനും എൻ്റെ അധീനതയിൽ കിടക്കുകയാ, മൊത്തം ഞാൻ നിനക്ക് തരാമെന്ന്. നോക്കിക്കേ, സാത്താൻ പറയുകയാണ്, ഇത് മുഴുവൻ ഞാൻ തരാം, നീ ഒന്ന് നമസ്കരിച്ചാൽ മതി. അപ്പൊ ഒരുത്തനെ മുട്ടുകുത്തിക്കാൻ മുഴു ലോകം തരാൻ അവൻ തയ്യാറാ. ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാളാണെന്ന് എത്ര ദൈവമക്കൾ മനസ്സിലാക്കുന്നു? അവനത് ചപ്പും ചവറുമെന്ന് എണ്ണിട്ട് ഒരാളെ മുട്ടുകുത്തിക്കാൻ നോക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്ക്, 3 ദിവസത്തെ കൺവെൻഷൻ ഇവിടെ നടക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഒറ്റ ഒരാൾക്ക് വേണ്ടിയായിരിക്കാം ഈ യോഗം ക്രമീകരിക്കപ്പെട്ടത്. കാരണം ഒരുത്തനെ തേടിയായാലും യേശു ഒരു ദേശത്ത് വരും. 9.5 ഗോത്രം ഇക്കരെ ഇട്ടിട്ട് നദി കടന്ന് അക്കരെ 2.5 ഗോത്രം
നോക്കിക്കേ, അവിടുത്തെ ഒരു ഭൂതഗ്രസ്തനെ വിടുവിക്കുവാൻ കർത്താവ് പകലന്തിയോളം ഇവിടെ ശുശ്രൂഷ ചെയ്തിട്ട് വാ നമുക്ക് അക്കരയ്ക്ക് പോകാമെന്ന് ഒരുത്തനെ തേടി യേശു ഒരു ദേശത്ത് വരും. അങ്ങനെയെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ഒറ്റ ഒരു വ്യക്തിക്ക്, ഒറ്റ ഒരു കുടുംബത്തിന് വേണ്ടിയായിരിക്കാം തമ്പുരാൻ ഇങ്ങനെയൊരു യോഗം ഇവിടെ ക്രമീകരിച്ചു. നിങ്ങൾ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സെഖരിയാവിന് വിശ്വസിക്കാൻ പറ്റിയില്ലത്. അവൻ പറയാണ് സാധ്യതകൾ നോക്കിയാൽ സംഭവിക്കത്തില്ല. എന്നാൽ ദൂതൻ പറഞ്ഞു കർത്താവിന് വഴിയൊരുക്കുവാൻ യോഹന്നാൻ ജനിക്കും. പക്ഷെ വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട്, കാരണം ഈ നാമത്തെ ഉയർത്താൻ, കർത്താവിന് വഴിയൊരുക്കാൻ, യേശു കർത്താവിന് വഴിയൊരുക്കാൻ യോഹന്നാൻ ഇവിടെ ജനിക്കും. പക്ഷെ അവിടെ പറഞ്ഞു കേട്ടോ, സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇത് വിശ്വസിക്കാതെ കൊണ്ട് നിന്റെ നാവ് എന്ത് ചെയ്യും? അടഞ്ഞു പോകും. ശുശ്രൂഷാകാലം തീർന്നു, തിരിച്ചു വീട്ടിലേക്ക് പോയി, വായും പൂട്ടി 4 ചുവരിനകത്തിരിക്കുക. ഞാൻ പലപ്പോഴും ആ ഭാഗങ്ങൾ ഇങ്ങനെ ചിന്തിക്കും. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞെന്നുള്ളൊരു വിഷയം പറയാൻ ഇത്രയും പറഞ്ഞു. എന്നാൽ 6 മാസം കഴിഞ്ഞപ്പോൾ മറിയ എന്ന് പറയുന്ന സഹോദരിയുടെ അടുക്കൽ സ്വർഗം കീറി മുറിച്ച് ദൂതൻ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഇതെന്തോന്ന് വന്ദനമാ? നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവന് യേശു ക്രിസ്തു എന്ന് പേരിടണം. ഭാര്യ കൂട്ടത്തിലുള്ള പുരോഹിതനായ സെഖരിയാവിന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കുഞ്ഞിനെ കിട്ടുമെന്ന്. പുരുഷനെ അറിയാത്ത മറിയ ചോദിച്ച ഒരു ചോദ്യം, ഇതെങ്ങനെ സംഭവിക്കും? അവിടെ പറയുന്നു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് വന്നാൽ ചില ക്രിയകൾ നടക്കും. പരിശുദ്ധാത്മാവ് വന്നാൽ ചിലതൊക്കെ ഉരുവാകും. പരിശുദ്ധാത്മാവ് വന്നാൽ ചില പ്രവർത്തികൾ നടക്കും. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് പറഞ്ഞേ പരിശുദ്ധാത്മാവാ. ക്രിസ്തുവിൽ വ്യാപരിച്ച ആത്മാവ്, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ഈ ആത്മശക്തിയാണ് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത്. പിന്നെങ്ങനെ ഒതുക്കാൻ പറ്റും? പിന്നെങ്ങനെ തകർക്കാൻ പറ്റും? പിന്നെങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ പറ്റും? പിന്നെങ്ങനെ നിർമൂലമാക്കാൻ പറ്റും? ഒരിക്കലും ഈ മാർഗത്തെ നിർമൂലമാക്കാൻ ആർക്കും സാധിക്കത്തില്ല. സ്തോത്രം. വ്യക്തിത്വങ്ങളെ തകർത്താനും വ്യക്തിത്വങ്ങളെ ഇല്ലാതാക്കിയാലും യേശുവിന്റെ നാമത്തെ ഇല്ലാതാക്കാൻ ആരാലും സാധ്യമല്ലോ. ഇന്ന് രാത്രി നാം ബൈബിൾ വായിച്ചു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാ യേശുവിന്റെ നാമം. പ്രൈസ് ദി ലോർഡ്. ആ നാമത്തിലാണോ ഇരിക്കുന്നത്? സ്തോത്രം. ആ നാമത്തിലാണ് നാം വന്നിരിക്കുന്നത്. ആ നാമത്തിലാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എങ്ങനെ മൗനമായിരിക്കാൻ പറ്റുന്നത്? എങ്ങനെ സ്തുതിക്കാതിരിക്കുന്നത്? എങ്ങനെ ആരാധിക്കാതിരിക്കാൻ പറ്റുന്നത്? ആ നാമത്തിലാണ് നാം ഒന്നിച്ചു വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. സ്തോത്രം. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ. നോക്കിക്കേ, പരിശുദ്ധാത്മാവ് വരുമെന്ന് പറഞ്ഞപ്പോ മറിയ പറയാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി. സെക്കൻഡ് കൊണ്ട് ക്രിസ്തു അകത്ത ഉരുവായി. ശ്രദ്ധിക്കണം, യേശു അകത്തുരുവായി കഴിഞ്ഞാൽ പിന്നെ ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കാൻ കഴിയാത്ത സെഖരിയാവ് 4 ചുവരിനകത്ത് അവിടെ ഇരിക്കുമ്പോൾ ക്രിസ്തു അകത്തുരുവായി കഴിഞ്ഞപ്പോൾ മറിയ ഇവിടുന്ന് എഴുന്നേറ്റു. മറിയ എഴുന്നേറ്റ് എന്ത് ചെയ്തു? മലനാട്ടിലേക്ക് ഓടിപ്പോകുക. ഇന്ന് രാത്രി വിളിച്ചു പറയാം, യേശു അകത്തുരുവായെങ്കിൽ, യേശു ക്രിസ്തു അകത്തുണ്ടെങ്കിൽ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം അകത്തുണ്ടെങ്കിൽ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന്. അവൾ ഒറ്റയോട്ടമാ മലനാട്ടിലേക്ക്. അവിടെ ചെന്ന് എലിസബത്തിനെ വന്ദനം ചെയ്തപ്പോൾ അവിടെ ഉള്ളിൽ പിള്ളതുള്ളി. സ്തോത്രം. വാക്യം വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-ാമത് വാക്യം. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളി അവിടെ ഗർഭത്തിൽ തുള്ളി. അടുത്തത് എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ, നോക്കിക്കേ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ഒരു വ്യക്തി ചെന്ന് വന്ദനം ചെയ്തു കഴിഞ്ഞപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്.
അതിന്റെ 67-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ അപ്പനായ സെഖരിയാവ് മറിയ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു, എലിസബത്ത് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. 6 മാസമായി 4 ചുവരിനകത്ത് വായും പൂട്ടിയിരുന്ന പുരോഹിതനായ സെഖരിയാവ് ഇത് കണ്ടപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ഇന്ന് രാത്രി വിളിച്ചു പറയാം, പരിശുദ്ധാത്മാവിന്റെ ശക്തി ദേശത്ത് കത്തിപ്പടരുന്നതാ, അത് വ്യക്തികളിലേക്ക് പടരുന്നതാ. സ്തോത്രം. ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായി ഇന്ന് രാത്രി ഇവിടെ നടകൊള്ളുന്നത്. സ്തോത്രം. ഈ ശക്തി അകത്ത് വന്നു കഴിഞ്ഞാൽ ഒതുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. പെന്തക്കോസ്ത് നാളിൽ വ്യാപരിച്ച ദൈവശക്തി, പ്രൈസ് ദി ലോർഡ്, മാർക്കോസിന്റെ മാളിക മുറിയിൽ ഇറങ്ങി വന്നപ്പോൾ അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. ഇവിടെ നോക്കണം, മറിയ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു, എലിസബത്ത് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു, സെഖരിയാവ് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. അപ്പോസ്തലന്മാർ തെരഞ്ഞെടുത്ത 7 പേര് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായിരുന്നു. സ്തേഫാനോസ് കല്ലേറ് കൊണ്ടപ്പോ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു, പൗലോസ് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു, പത്രോസ് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇതിനകത്ത് നടകൊള്ളുമ്പോൾ അതൊരു നിറവാ, അതൊരു നിറവാ. സ്തോത്രം. ക്രിസ്തുവിൽ വ്യാപരിച്ച ഈ ശക്തി, ക്രിസ്തുവിൽ വ്യാപരിച്ച ഈ ശക്തി, ഈ ശക്തിക്ക് മാത്രമേ പാപത്തെ അതിജീവിക്കാൻ കഴിയൂ, ശാപത്തെ അതിജീവിക്കാൻ കഴിയൂ, ബന്ധനത്തെ അതിജീവിക്കാൻ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. കാരണം നാം വല്ലാത്തൊരു കാലഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്. ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ നാം ദിനം പ്രതി കാണുകയും കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, ഭയചകിതമാക്കുന്ന സംഭവങ്ങൾ. അയ്യോ എന്ന് പറയാതെ പത്രത്താളുകൾ മറിക്കാൻ കഴിയുന്നില്ല. TV ഓണാക്കുമ്പോൾ, പത്രം തുറക്കുമ്പോൾ ഭയാനകമായ വാർത്തകളാണ് നാം വായിക്കുന്നത്, കാണുന്നത്, കേൾക്കുന്നത്. നോക്കിക്കേ, എന്തുകൊണ്ടാ പ്രിയമുള്ളവരെ വല്ലാത്തൊരു കാലഘട്ടം. സ്തോത്രം. ദൈവത്തിന്റെ സ്വന്തം നാട്. സ്തോത്രം. നമ്മുടെ നാടിന്റെ പേര് തന്നെ അങ്ങനെ. എന്തുകൊണ്ടാണ് ഭയാനകമായ അനുഭവത്തിലൂടെ പോകുന്നത്? എല്ലാ സ്റ്റേജിലും ഞങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങളിലൂടെയാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. മൃഗത്തെക്കാൾ അധമമായ അനുഭവത്തിൽ മാനവകുലമായി കഴിഞ്ഞു. സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യനാ. എല്ലാ സ്റ്റേജിലും പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ തെരുവിലും പറയുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഒരു മൃഗത്തെ എത്ര നല്ല വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചാലും, മുന്തിയന്റെ ഭക്ഷണപാനീയങ്ങൾ കൊടുത്താലും, മേത്രമായി വസ്ത്രം ധരിപ്പിച്ചാലും, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ കൊണ്ട് പാർപ്പിച്ചാലും, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യിച്ചാലും ഒരിക്കലും ഒരു മൃഗം മനുഷ്യനാകത്തില്ല. എന്നാൽ കോട്ട് സൂട്ടുമിട്ട് ഉന്നത വിദ്യാഭ്യാസമുള്ള, മേത്രമായി ഫുഡ് കഴിക്കുന്ന, കോടിക്കണക്കിന് വിലപിടിപ്പുള്ള സൗധങ്ങളിൽ പാർക്കുന്ന, ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വാഹനങ്ങൾ യാത്ര ചെയ്യുന്ന മനുഷ്യൻ വികാരത്തിന്റെ തിരത്തള്ളലിൽ അവൻ മാത്ര നേരം കൊണ്ട് മൃഗമായി തീരുന്ന ദാരുണ ചരിത്രം ഈ കാലഘട്ടത്തിന് ഒരു മുഖമുദ്രയായി മാറിയിരിക്കുക. സ്തോത്രം. ജന്മം കൊടുത്തിയ അപ്പനേതാ? നൊന്ത് പ്രസവിച്ച അമ്മയേതാ? കൂടെ പിറന്നവരാരാ? കൂട്ടുകാരേതാ? കുഞ്ഞുങ്ങളേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്തൊരു കാലം. 3 വയസ്സുള്ള കുഞ്ഞും 90 വയസ്സുള്ള വല്യമ്മച്ചിയും സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല. വല്ലാത്തൊരു കാലഘട്ടം. നോക്കിക്കേ, ഇക്കഴിഞ്ഞ നമുക്കറിയാം 2023 നമ്മുടെ നാടിനെ ഭയപ്പെടുത്തിയ ഒരു കാര്യമാ പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ നടന്ന സംഭവം. സ്തോത്രം. ഇരുണ്ട ഭൂഖണ്ഡമായ ആഫ്രിക്കയിലെ നരഭോജികളെ പോലും തലകുനിക്കത്തക്ക രീതിയിൽ ആഭിചാരത്തിന്റെയും നിർമന്ത്രവാദത്തിന്റെയും പേരിൽ 2 പാവപ്പെട്ട വീട്ടമ്മമാർ, ഇത് പത്രവാർത്തയാ പറയും, നമ്മളെല്ലാം വായിച്ചതാ, വിളിച്ചു വരുത്തി അവരെ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി ആ മാംസം വേവിച്ച് കഴിച്ചിട്ട് ശേഷിച്ച മാംസം ഫ്രീസറിനകത്ത് കൊണ്ടുവച്ചു. നമുക്കറിയാം, സാക്ഷര കേരളം, സുന്ദര കേരളം, ദൈവത്തിന്റെ സ്വന്തം നാട്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? മാത്രമാണോ
മദ്യവും മയക്കുമരുന്നും. പണ്ടൊക്കെ മദ്യപാനി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോമുഖരത്തിലേക്ക് ഓടി വരുന്നൊരു കാഴ്ച, ഉടുത്ത മുണ്ട് ഉയർത്തി ഉടുത്ത് തലയിലൊരു തോർത്തുമൊക്കെ കിട്ടി കൊമ്പൻ മീശയൊക്കെ പിരിച്ചു വരുന്ന ആളിനെയാണ് പണ്ട് നമ്മൾ മദ്യപാനി എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇന്ന് 10 വയസ്സുകാരൻ, 12 വയസ്സുകാരൻ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ മദ്യപാനി എന്ന് പറഞ്ഞാൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് അത് നിഷേധിക്കാൻ കഴിയത്തില്ല. കാരണം കോളേജിന്റെ ക്യാമ്പസുകൾ, സ്കൂളിന്റെ വരാന്തകളൊക്കെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും വിൽപ്പനശാലകളായി മാറി. ഉന്നതമായ ഭരണത്തിന്റെ സംവിധാനങ്ങളിലൂടെ ഇവിടെയുണ്ട്. എഴുതി ചേർത്ത ഭരണഘടന ഇന്ത്യക്കുണ്ട്. നമുക്കറിയാം പ്രിയരെ, സ്തോത്രം, മതഗ്രന്ഥങ്ങൾക്ക് കുറവില്ല, ഒന്നിനും ഇവിടെ കുറവില്ല. പക്ഷേ മൃഗീയ വാസന നിറഞ്ഞു നിൽക്കുന്ന മാനവകുലത്തെ മാറ്റത്തിലേക്ക് നയിക്കാൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല. അവിടെ സുവിശേഷത്തിന് ഒത്തിരി പ്രശസ്തിയുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സുവിശേഷം മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത്, സുവിശേഷം നാടിന് ദ്രോഹം ചെയ്യുന്നതല്ല. പ്രൈസ് ദി ലോർഡ്, സദ്വർത്തമാനമാണിത്. സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടാകുന്നത്? മനുഷ്യനെ നിറഞ്ഞു നിൽക്കുന്ന പാപമായതിന് കാരണം. പാപം ഒരു അവയവമായിരുന്നെങ്കിൽ അങ്ങ് മുറിച്ചു കളയാമായിരുന്നു. രക്തത്തിരൂഢമൂലമായി കിടക്കുന്ന പാപം അങ്ങനെ മാറത്തില്ല. കൂട്ടുകാരനെ കുത്തിന് പിടിച്ചിട്ട്, അയൽക്കാരന്റെ അതിര് മാന്തിയിട്ട്, മറ്റുള്ളവർക്കെതിരെ ദോഷപ്രവൃത്തി ചെയ്തിട്ട്, മറ്റുള്ളവർക്കെതിരെ ദുഷ്ടത പ്രവർത്തിച്ചിട്ട്, ആ കരം കൊണ്ട് അനാഥർക്ക് അന്നദാനം ചെയ്താലും, ആ കരം കൊണ്ട് പിടിപ്പണം മാറിയാലും, ആ കരം കൊണ്ട് കുരിശു ചുമന്നാലും മനുഷ്യനെ നിറഞ്ഞു നിൽക്കുന്ന പാപം മായ്ക്കപ്പെടത്തില്ല. ഒരുപക്ഷെ ചെയ്തു കൂട്ടിയ പാപത്തിന് പാർട്ടിയുടെയും പണത്തിന്റെയും ഒക്കെ പിൻബലം കൊണ്ട് ഈ ലോകത്തിൽ രക്ഷപ്പെട്ടാലും ആയാറിൽ വെളിപ്പെടുന്ന ഒരു സ്വർഗീയ കോടതിയുണ്ട്. അവിടെ നിന്ന് മാനവകുലത്തിന് രക്ഷയില്ല. രക്ഷപ്പെടണമെന്ന് വേദപുസ്തകം പറയുന്നു. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുമ്പ് സകല മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സാക്ഷാൽ ദൈവമായിരുന്നവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്ന് തന്റെ 33 തിരുവയസ്സിൽ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് കാൽവരി ക്രൂശിൽ 2 കള്ളന്മാരുടെ നടുവിൽ സകല യാഗങ്ങൾക്കും തിരുശീലയിട്ട് കർത്താവായ യേശുക്രിസ്തു തന്റെ അവസാന തുള്ളി രക്തം വരെയും കാൽവരി ക്രൂശിൽ ഊറ്റിത്തന്നു. കല്ലറകൾക്ക് അവനെ ഒതുക്കാൻ കഴിഞ്ഞില്ലോ, മരണത്തിന് അവനെ പിടിച്ചു വെക്കാൻ കഴിഞ്ഞില്ലോ. സ്തോത്രം. യേശു കർത്താവ് ജീവനോടെ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ മന്ദിരം പൊളിക്ക്, 3-ാം ദിനം ഞാനിതിനെ പണിയും. ശ്രദ്ധിക്കുക, കല്ലറ ഭേദിച്ച് 3-ാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. ചരിത്രത്തെ AD എന്നും BC എന്നും 2ആയി തിരിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ മധ്യഭാഗത്ത് നിൽക്കുന്ന യേശുവിന്റെ നാമം. സന്തോഷത്തോടെ കൈയുയർത്ത് ദൈവത്തെ സ്തുതിക്കുക. പേടിച്ചു ദൈവത്തെ സ്തുതിക്കേണ്ട കാര്യമൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ ഉയർത്തുവാൻ ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. സ്തോത്രം. യേശുവിനെ പറയാൻ, വിശ്വസിക്കുന്ന ദൈവത്തെ ഉയർത്താൻ സ്വാതന്ത്ര്യമുണ്ട്. അതിനെ തടയാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മരണപാശങ്ങൾക്ക് അവനെ അടക്കി വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന് അവനെ ഒതുക്കി വെക്കാൻ കഴിഞ്ഞില്ല. മരണത്തിന് പിടിച്ചു വെക്കാൻ കഴിയാത്ത ഒരുവൻ, സ്തോത്രം, സകല നാമത്തിനും മേലായ നാമമുള്ളവൻ. സ്തോത്രം. അത് എവിടുന്ന് കൊടുത്തതാണെന്നറിയാമോ? ദൈവം അവന് എല്ലാ നാമത്തിലും മേലായ നാമം നൽകി. സ്തോത്രം. ആ ദൈവം സർവശക്തനായ ദൈവം, സഹോദരിമാരെ, സർവജ്ഞാനിയായ ദൈവം. പിന്നെയോ ഒന്ന് പറഞ്ഞേ, സർവവ്യാപിയായ സർവശക്തനായ ദൈവം. എന്താ സർവശക്തൻ? ആകാശത്തെ കൈകൊണ്ട് വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിച്ചവൻ. അവന്റെ പേര് സർവശക്തനായ ദൈവം. പിന്നെ സർവവ്യാപി, സർവവ്യാപിയായ ദൈവം. ഒരു പ്രദേശം കൊണ്ട് ഒതുങ്ങുമെന്നല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. സ്തോത്രം. ഒരു ജില്ല കൊണ്ട് ഒതുങ്ങുമെന്നല്ല, ഒരു സംസ്ഥാനം കൊണ്ട് ഒതുങ്ങുമെന്നല്ല സർവവ്യാപി എന്നതിന്റെ അർത്ഥം. സ്വർഗത്തിൽ കയറിയാൽ അവിടെയുണ്ട്. സ്തോത്രം. പാതാളത്തിൽ കിടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. കഴുകനെ പോലെ ചിറകടിച്ചു പറഞ്ഞാൽ അവിടെയും വരുന്നു.
സർവവ്യാപി, സർവശക്തന്, സർവജ്ഞാനിയായ ദൈവം. എന്താ സർവജ്ഞാനി? ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്തു തന്നെ മേലാൽ സംഭവിക്കാനുള്ള പ്രസ്താവിക്കുന്ന ദൈവം. ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും ഹിന്ദി പ്രാർത്ഥിച്ചാലും തമിഴിൽ പ്രാർത്ഥിച്ചാലും തെലുങ്കിൽ പ്രാർത്ഥിച്ചാലും മനസ്സിലാകുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആ ദൈവത്തിന്റെ പേരാ സ്തോത്രം നസ്രയനായ യേശു. സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി. ആ ദൈവത്തെ ഉയർത്താൻ ഭാഗ്യം ലഭിച്ച ദൈവജനമേ, കരം തട്ടി ദൈവത്തെ സ്തുതിച്ചോട്ടെ. യേശുവില്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ സാധ്യമല്ല. യേശുവിനെ കൂടാതെ നമ്മുടെ ചുവടുകൾ വെക്കാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. യേശുവില്ലാത്ത ജീവിതം ക്രിസ്ത്യാനിക്ക് പറ്റത്തില്ല. യേശുവില്ലാതെ പറ്റില്ല. യേശുവില്ലാതെ പിന്നെന്താ ക്രിസ്ത്യാനിറ്റം? പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൂടാതെ, യേശു ക്രിസ്തു ഇല്ലാതെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. യേശുവിനെ കൊണ്ടേ പോകാവൂ. ഇന്ന് രാത്രിയിൽ യേശുവിനെ കൊണ്ടേ പോകാവൂ. ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വന്നു വേഗത്തിലൊരു ചിന്ത. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം വേഗത്തിലൊന്ന് എടുത്താട്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം, 20-ാം അധ്യായം 1-ാം വാക്യം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്ക് ചെന്നു. കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീക്കിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി ശീമോൻ പത്രോസിന്റെ, യേശുവിന്റെ പ്രിയനായ മറ്റേ ശിഷ്യന്റെ അടുക്കൽ ചെന്നിട്ട് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിനെ കാണാനുള്ള ആഗ്രഹത്തോടുകൂടി, അല്ല യേശുവിനെ കൊണ്ടേ ഞാൻ പോകൂ എന്ന ആഗ്രഹത്തോടുകൂടി ഇറങ്ങിത്തിരിച്ച സഹോദരിമാർ. പ്രൈസ് ദി ലോർഡ്. പ്രശ്നങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നതല്ല, പ്രതികൂലങ്ങൾ വരുമ്പോൾ മാറിപ്പോകുന്നതല്ല, കഷ്ടത വരുമ്പോൾ മാറിപ്പോകുന്നതല്ല. ഏത് പ്രതികൂലത്തിലും യേശുവിനെ വിട്ട് മാറിപ്പോകാൻ കഴിയത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിനൊരു ഉദാഹരണം വേദപുസ്തകത്തിലുണ്ട്. യോഹന്നാൻ 19 എടുക്കണ്ട 25-ാം വാക്യത്തിൽ യേശു ക്രൂശിൽ കിടക്കുന്നു. ക്രൂശിനരികെ 4 സഹോദരിമാരെ കാണാൻ കഴിയുന്നു. 1 യേശുവിന്റെ അമ്മ മറിയ, 2 മറിയയുടെ സഹോദരി, 3 ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയ, 4 മഗ്ദലക്കാരത്തി മറിയ. ഓസന്ന പാടിയവരെല്ലാം ക്രൂശിക്ക എന്ന് പറഞ്ഞു പോയി. അപ്പം തിന്നവരൊന്നുമില്ല, ആരെയും കാണുന്നില്ല. പക്ഷെ ക്രൂശ് വിട്ട് മാറിപ്പോകാതെ ക്രൂശിനോട് ചേർന്ന് നിൽക്കുക അവര്. പ്രൈസ് ദി ലോർഡ്. ദൈവസ്നേഹം അകത്തു പകരപ്പെട്ട ദൈവജനമേ, ജീവിതത്തിൽ വരുന്ന വെല്ലുവിളികളെയും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെയും നടുവിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. ആരൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവമായിട്ട് നമുക്കൊരു അഭേദ്യ ബന്ധമുണ്ടായിരിക്കണം. സ്തോത്രം. പാസ്റ്റർ പ്രാർത്ഥിക്കാൻ കാണും, പാസ്റ്റർ ആൻറ്റി പ്രാർത്ഥിക്കാൻ കാണും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കാൻ കാണും, അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കാണും. ഞാൻ പലപ്പോഴും ഉദാഹരണം പറയാറുണ്ട്. ഈ പെട്രോളും ഡീസലും ഒക്കെ കയറ്റിക്കൊണ്ടിരുന്ന വലിയ വാഹനം നമുക്കറിയാം. ഇതിൻ്റെ മുകളിൽ ഇറങ്ങി നിൽക്കുന്ന ടാങ്കിനകത്ത് നിറച്ച് പെട്രോളാ, ഡീസലാ. പക്ഷെ ഈ വണ്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനകത്തൊരു ചെറിയ ടാങ്ക് ഉണ്ട്. അതിനകത്ത് ഗ്യാസ് അല്ലെ പെട്രോള്, വിദേശിയുടെ ഭാഷയിൽ പറഞ്ഞ ഗ്യാസ്, ഇന്ധനമില്ലാതെ ഈ വണ്ടി മുന്നോട്ട് പോകത്തില്ല. ആരൊക്കെ പ്രാർത്ഥിക്കാനുണ്ടെന്ന് പറഞ്ഞാലും വ്യക്തിപരമായ ജീവിതത്തിൽ ക്രിസ്തുവുമായ ഒരു അഭേദ്യ ബന്ധമില്ലാത്ത ഒരൊറ്റ വ്യക്തിക്കും ക്രിസ്തീയ ജീവിതം സുഗമമായി യാത്ര ചെയ്യാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. നോക്കണമേ, ഭയങ്കര ഒരു വാഞ്ച. സഹോദരിമാരെ കണ്ടോ? ഇരുട്ടുണ്ട്, റോമൻ പടയാളികളുണ്ട്, വാള് പിടിച്ച പടയാളികളെ അവർക്ക് പേടിയില്ല. ഇരുട്ടിനെ കീറി മുറിച്ച് പടയാളികളെ വകവെക്കാതെ, വാളിനെ ഭയപ്പെടാതെ, കല്ലാരുരുട്ടി മറ്റുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പുറകോട്ടല്ല കാൽ വെച്ചത്, മുന്നോട്ട് തന്നെ. സംഭവിക്കുന്നത് സംഭവിക്കട്ടെ, യേശുവില്ലാതെ തിരിച്ചു പോകത്തില്ലെന്ന്. ഇന്ന് രാത്രി എത്ര പേർക്ക് ദൃഢനിശ്ചയം ചെയ്യാൻ കഴിയും? എന്റെ കർത്താവിനെ കൂടാതെ
എന്റെ ജീവിതം മുന്നോട്ട് പോകത്തില്ല. യേശുവില്ലാത്ത ഒരു ജീവിതമില്ല. യേശുവിനെ കൂടാതെ എനിക്ക് പോകാൻ സാധ്യമല്ല. എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും പഴയ നിയമത്തിലൊരു മോശയുണ്ട്, ലക്ഷക്കണക്കിന് ജനം അവന്റെ കൂടെയുണ്ട്, അർത്ഥാത് സൈന്യബലമുണ്ട്. നാവായി ദൈവം കൊടുത്ത അഹരോനുണ്ട്, പെങ്ങളാകുന്ന മിരിയാമുണ്ട്, സഹോദര ബലമുണ്ട്, സൈന്യബലമുണ്ട്. കയ്യിലോട്ട് നോക്ക്, അധികാരത്തിന്റെ വടി, അത് ശുശ്രൂഷയെ കാണിക്കുന്നു. അപ്പൊ അധികാരത്തിന്റെ വടിയുണ്ട്, സൈന്യബലമുണ്ട്, സഹോദര ബലമുണ്ട്, ഒക്കെയുണ്ട്. അദ്ദേഹം പറഞ്ഞു കേട്ടോ, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ എന്നെ അയക്കരുത്. അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ പറ്റില്ല. സ്തോത്രം. ഇവിടെ നോക്കണമേ, ഇരുട്ടിനെ ഭയപ്പെടാതെ, പടയാളികളെ ഭയപ്പെടാതെ, വാളിനെ പേടിക്കാതെ, ഒരു കൂട്ടം ആൾക്കാർ കൂടെ നടന്നവർ, അപ്പം തിന്നവർ, വാതിലടച്ച് ഭയചകിതരായി അകത്തിരിക്കുമ്പോൾ ഭയമില്ലാത്തവരായി പുറത്തിറങ്ങി. സ്തോത്രം. ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാൻ പറ്റത്തില്ല. ഭയപ്പെട്ടിരിക്കുകയാണെങ്കിൽ സുവിശേഷത്തെ ഉയർത്താൻ കഴിയത്തില്ല. കാരണം സുവിശേഷത്തിന് അന്നും ഇന്നും എന്നും എതിരുണ്ട്. ഹലോ, ഒരിക്കൽ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഈ നാമത്തെ എനിക്ക് പറയാനുള്ളത്, യേശുവിൻ്റെ നാമത്തോട്, ഈ നാമത്തോട് എന്താ കർത്താവ് ഇത്രേ എതിർപ്പ്, ഇത്രേ പ്രശ്നം? കർത്താവ് വന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ഒരു വ്യക്തിയോട് സമൂഹത്തിന് മുഴുവൻ എതിർപ്പുണ്ടെന്ന് ചിന്തിക്കുക, ആ വ്യക്തിയോട് സമൂഹത്തിന് മുഴുവൻ വെറുപ്പാണെന്ന് ചിന്തിക്കുക. പക്ഷെ ആ വ്യക്തി മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനോടുള്ള പിണക്കവും വെറുപ്പും ഒക്കെ അതോടങ്ങ് തീരും. പക്ഷെ കർത്താവ് പറഞ്ഞത്, ഇന്നും എന്നോടിത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, യേശു കർത്താവ് ഇന്നും മരിച്ചിട്ടില്ല, അവൻ ഇന്നും ജീവിക്കുന്ന ദൈവമാ. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വ്യക്തിയോട് പിണക്കമുണ്ടെങ്കിൽ അവൻ മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വാശി അങ്ങ് തീരും, ആ പകയങ്ങ് തീരും, ആ വൈരാഗ്യം അങ്ങ് തീരും. പക്ഷെ ഇന്നും ഈ നാമത്തോടുള്ള എതിർപ്പ് വർദ്ധിക്കാൻ ഒറ്റ കാരണമേ ഉള്ളൂ, യേശു ക്രിസ്തു ഇന്നും മരിച്ചിട്ടില്ല, അവൻ ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമാ. സ്തോത്രം. അതുകൊണ്ട് ഉലകത്തിലെ സകല മഹാന്മാരും കല്ലറയിൽ ഉറങ്ങുമ്പോൾ ജീവിക്കുന്ന ഒരു ദൈവം യേശു ക്രിസ്തു മാത്രം. തൂലിക കൊണ്ട് ലോകത്തെ ചിന്തിപ്പിച്ച നാടകൃത്തായി വില്യം ഷേക്സ്പിയർ മരിച്ച അദ്ദേഹത്തിന്റെ കല്ലറയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മഹാനായ വില്യം ഷേക്സ്പിയർ ഇവിടെ വിശ്രമിക്കുന്നു. കടലേ, നീ കരയായിരുന്നെങ്കിൽ നിന്നെ ഞാൻ കീഴടക്കുമായിരുന്നു ആർത്തട്ടഹസിച്ച് പറഞ്ഞ മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയെ കുറിച്ച് നമുക്കറിയാം. അദ്ദേഹം മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി ഇവിടെ വിശ്രമിക്കുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു മഹാത്മജി മരിച്ചു കഴിഞ്ഞ് ഇങ്ങനെ അവൻ, അല്ലയോ മഹാത്മാവേ, കൃഷ്ണനും മരിച്ചു, ക്രിസ്തുവും മരിച്ചു, ബുദ്ധനും മരിച്ചു, ക്രിസ്തു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റോ, ആകയാൽ താങ്കൾക്കും ഉയർക്കരുതോ? നോക്കണവേ, ഉലകത്തിലെ സകല മഹാന്മാരുടെയും കല്ലറ അടയപ്പെട്ട് കിടക്കുമ്പോൾ പാലസ്തീന്റെ വിരിമാർവിൽ ഇന്നും തുറക്കപ്പെട്ട ഒരു കല്ലറയുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല. മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, പിശാചിനെ ജയിച്ചവൻ, സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം ഏൽപ്പിച്ചവൻ, മൂന്ന് ലോകവും മുട്ടുമടക്കുന്ന ഏകനാമം, അത് യേശുവിന്റെ നാമം. ആ യേശുവിന് മാത്രമേ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ പറ്റൂ. മൃഗീയ വാസനയുള്ള മനുഷ്യന് മാറ്റം കൊടുക്കുവാൻ, ഭയമില്ലാതെ കാഴ്ചവടുകളെ വെക്കുവാൻ ഈ നാമത്തിനെ കഴിയൂ. പ്രൈസ് ദി ലോർഡ്. ഇരുട്ടിലെ കീറി മുറിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോയി ചെന്നു, കല്ലറയിലെ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു. ഓടി വന്ന് പറഞ്ഞു, അവനെ എവിടെ കൊണ്ടുപോയെന്ന് അറിയത്തില്ല, ഞങ്ങൾ അറിയുന്നില്ല, എടുത്തുകൊണ്ട് പോയെന്ന് മാത്രം അറിയാം. അത് കേട്ടപ്പോൾ യോഹന്നാൻ 20:3 അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ടു, കല്ലറയ്ക്ക് ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിലോടി. ആദ്യം കല്ലറയ്ക്കൽ വന്നിട്ട് കുനിഞ്ഞു നോക്കി, കല്ലറയ്ക്കകത്തോട്ട് കുനിഞ്ഞു നോക്കി, ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. നോക്കിയേ, ഓടി യോഹന്നാൻ ഇങ്ങോട്ട് വന്നിട്ട് അകത്തോട്ട് നോക്കിയപ്പോൾ യേശുവിനെ ചുറ്റി ശീലകൾ അവിടെ കിടക്കുന്ന കണ്ടു. കല്ലറയ്ക്കകത്തോട്ട് അവൻ എന്ത് ചെയ്തില്ല, കടന്നില്ല. അവന്റെ പിന്നാലെ ശീമോൻ പത്രോസും വന്നു, കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവന്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ
ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നു കണ്ടു. നോക്കിക്കേ, കല്ലറയിലോട്ട് കുനിഞ്ഞു നോക്കിയവൻ ചുരുട്ടി വെച്ച ശീലകൾ കണ്ടു. ഇറങ്ങി നോക്കിയവൻ ശീലകളോടുകൂടെ റൂമാലും കണ്ടു. പക്ഷേ ഇതെല്ലാം കണ്ടിട്ട് എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? ആദ്യം കല്ലറയ്ക്കിലേക്ക് മറ്റേ ശിഷ്യനും അപ്പോൾ അകത്ത് കടന്ന് കണ്ടങ്ങ് വിശ്വസിച്ചു. പക്ഷെ എന്നെ വളരെ വേദനിപ്പിച്ച ഒരു വാക്യമാ 9-ാം വാക്യം. 9-ാം വാക്യം വായിച്ചേ. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് 3.5 വർഷം കൂടെ നടന്നിട്ടും അപ്പം തിന്നിട്ടും വിടുതൽ അനുഭവിച്ചിട്ടും അന്തോക്കിയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന പേരും കിട്ടി, എല്ലാം ഉണ്ട്. പക്ഷെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒന്ന് പറഞ്ഞേ, 24 മണിക്കൂറും കൂടെ നടന്നവർ. സ്തോത്രം. 24 മണിക്കൂറും രാവും പകലും കൂടെ നടന്നവർ അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അറിഞ്ഞില്ല. പറയാഞ്ഞിട്ടാണോ അറിയാഞ്ഞേ? പറയാഞ്ഞിട്ടാണോ അറിയാഞ്ഞേ? അല്ല. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 17-ാം വാക്യം വായിച്ചേ. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 17-ാമത് വാക്യം. യേശു 12 ശിഷ്യന്മാരെയും വേറിട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് വഴി വെച്ച് അവരോട് പറയുകയാ, ഞാൻ യെരൂശലേമിലേക്ക് പോകുകയാ. മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും അവർ അവന് മരണശിക്ഷ കൽപ്പിക്കും, ക്രൂശിപ്പാനും അവനെ ജാതി ഏൽപ്പിക്കും. എന്നാൽ 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും. 12 പേരെയും കൂടെ കൂടെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് യേശു കർത്താവ്, അതായത് ഞാൻ ക്രൂശിക്കപ്പെടുമെന്നും സ്തോത്രം ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവരടിക്കുമെന്നും ക്രൂശീകരിക്കുമെന്നും 3-ാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും കൂടെ കൂടെ പറഞ്ഞിട്ടും ഇവരെഴുതിയിരിക്കുന്ന കണ്ടോ? യോഹന്നാൻ 20:9 പറഞ്ഞു, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാകുന്നുള്ള തിരുവെഴുത്ത് അവര് അന്ന് വരെ അറിഞ്ഞില്ലെന്ന്. സ്തോത്രം. എത്ര കാലം കൊണ്ട് കേൾക്കുന്നു, എത്ര കാലം കൊണ്ട് കേൾക്കുന്നു. സ്തോത്രം. പക്ഷെ അത് ഗ്രഹിക്കാൻ കഴിയാതെ വന്നാൽ വർഷങ്ങൾ എത്ര ആയി അല്ലേ? കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകേണ്ട സമയം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഒരു ശിശു ജനിച്ച് 3 മാസമാകുമ്പോൾ കമന്നു വീഴണം, 6 മാസമാകുമ്പോൾ മുട്ടയിലെഴണം, 9 മാസമാകുമ്പോൾ പിച്ച വെക്കണം, അപ്പ അമ്മ എന്ന് വിളിച്ചു തുടങ്ങും. 25 വർഷമായി, 30 വർഷമായി, 40 വർഷമായി. സ്തോത്രം. ആരാധന കോൺട്രാക്ട് എടുത്ത പോലെ സഭയ്ക്കകത്ത് വന്നിരുന്നാൽ സ്തോത്രം, അങ്ങനെയൊക്കെ ഇരുന്നിടത്തുനിന്ന് തമ്പുരാൻ കൊണ്ടുവന്നതല്ലേ ദൈവത്തെ ആരാധിപ്പാൻ, ആത്മശക്തിയോട് ആരാധിപ്പാൻ. എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞു? കർത്താവേ, മുഖ്യമായ കൽപ്പന ഏതാണെന്ന് പുതിയ നിയമത്തിൽ ചോദിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, മുഖ്യമായ കൽപ്പനയോ ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ആരാധിക്കണം, സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. പൂർണ്ണ ശക്തിയോടെന്നൊക്കെ പറഞ്ഞാൽ സ്തോത്രം, ആർക്കും ഒതുക്കാൻ പറ്റാത്ത സാന്നിധ്യത്താൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കിക്കേ, അനുഭവമുള്ളവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, വിടുതൽ പ്രാപിച്ചവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് 87 വയസ്സുള്ളൊരു അമ്മയുണ്ട്. സ്തോത്രം. ഇപ്പം ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മുമ്പിലും എനിക്കൊരു അനുഭവ സാക്ഷ്യം പറയാം. ഈ അടുത്ത സമയത്ത് ഞാൻ വിടുതൽ പ്രാപിച്ചവർക്ക് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞതുകൊണ്ട് അടുത്ത സമയത്ത് എൻ്റെ അമ്മയുടെ കണ്ണിന് അതികഠിനമായ വേദനയുണ്ട്. ചില ആഴ്ചകളോളം ആ വേദന നീണ്ടു നിന്നു. ആദ്യമൊക്കെ തണുത്ത വെള്ളമൊക്കെ കണ്ണിലൊഴിച്ചു. പ്രായമുണ്ടെങ്കിലും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് ടീമുണ്ട്, സഭയുണ്ട്, ഒക്കെയുണ്ട്.
അഭിഷിക്തന്മാർക്ക്, ദൈവജനത്തിന്, വരുന്നവർക്കെല്ലാം വെച്ചും വിളമ്പി കൊടുക്കുന്ന വളരെ, കാരണം വാർദ്ധക്യ കാലത്താണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചത്. ആ ഒരു സന്തോഷത്തിൽ ഇത്രയും നാള് ചെയ്യാൻ കഴിയാതിരുന്ന എല്ലാം സന്തോഷത്തോടെ ചെയ്യുന്ന ഒരമ്മ. അങ്ങനെ ആ അമ്മ ഹോസ്പിറ്റലൊന്നും പോകേണ്ട ആവശ്യകത വന്നിട്ടില്ലാത്തത് കൊണ്ട് അങ്ങനെ പോയി. എന്നാൽ കണ്ണിന് അസഹ്യമായ വേദന വന്നിട്ട് ഈ നരമ്പുകളൊക്കെ ഇങ്ങനെ ഉയർന്നു നിൽക്കുക, അതികഠിന വേദന, കവിളിന് ഈ താഴെ ഭാഗമായിട്ട് മുഴ പോലെ ഇങ്ങനെ വന്ന് നീർക്കെട്ടായി, അസ്വസ്ഥകളായി. ഒടുവിൽ അമ്മ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം. അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. രത്ന ചുരുക്കമായി പറഞ്ഞാൽ 3.5 മാസം അവിടുത്തെ ചികിത്സ. കണ്ണിൽ പ്രഷർ കൂടി, ഗ്ലൂക്കോമ, അതിനാണ് മരുന്നൊക്കെ കൊടുത്ത് ആഴ്ചയിൽ 4 ദിവസം അമ്മയെ കൊണ്ടുപോകും. അവിടെ ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവഴിച്ചു. ഒടുവിൽ പറഞ്ഞ അമ്മയ്ക്ക് കുറവില്ല, അതികഠിനമായ വേദന കൂടുകയാണ്. അമ്മയെ മറ്റൊരു അറിയപ്പെടുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെയും ചെന്ന് നല്ല വിദഗ്ധമായ ചികിത്സകൾ തന്നെ അമ്മയ്ക്ക് കൊടുത്തു. എന്നാൽ ഓരോ ദിവസവും അമ്മയുടെ കണ്ണിൻ്റെ അസ്വസ്ഥത കൂടി, ചെവിക്കകത്ത് വേദനയായി, ഉമിനീരിറക്കാൻ വയ്യ. ആഴ്ചയിൽ 4 ദിവസം ഇതുപോലെ തന്നെ കൊണ്ടുപോകും. ഒരു ദിവസം തിങ്കളാഴ്ച വൈകിട്ട് കൊണ്ടുപോയി. അപ്പോൾ കോട്ടൺ ഗോസും കൂടെ ചേർത്ത് കണ്ണേൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ഞങ്ങൾ മരുന്നൊഴിച്ച് കൊടുക്കുമായിരുന്നു. വേദന അസഹ്യമായപ്പോൾ നിങ്ങൾ തൊടണ്ട, ഞാൻ തന്നെ ഒഴിച്ചോളാമെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കത്തില്ല. അങ്ങനെ എൻ്റെ കൂടെയുള്ള സഹോദരിമാരൊക്കെ പറയും അമ്മച്ചി ഞങ്ങൾ ഒഴിച്ചു തരാം, വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തിങ്കളാഴ്ച വൈകിട്ട് ഭവനത്തിലേക്ക് വന്നിട്ട് ഭയങ്കര അസ്വസ്ഥത, സംസാരിക്കാൻ പറ്റുന്നില്ല, ഉമിനീരിറക്കാൻ പറ്റുന്നില്ല, കഴുത്തിന് താഴെ നീർക്കെട്ട്, സ്തോത്രം. അങ്ങനെ വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി, മഞ്ഞ കളറിൽ അമ്മ ഇങ്ങനെ ഛർദ്ദിക്കാൻ തുടങ്ങി, ഭയങ്കര അസ്വസ്ഥതയായി. വേഗത്തിൽ ഡോക്ടറെ വിളിച്ചു. ഞങ്ങൾ അന്ന് വൈകിട്ട് 5:30 ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നു, ഡോക്ടർക്കെതിരെയുള്ള കസേരയിലിരുന്നു. പെട്ടെന്ന് അവർ ഈ പ്ലാസ്റ്റർ ഇങ്ങനെ പെയ്യെ അഴിച്ചങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ തൊട്ടടുത്ത കസേരയിലുണ്ട്. കാർ ഓടിച്ചു വന്ന ഒരു ഹൈന്ദവ സഹോദരനാ, സ്തോത്രം. ഞങ്ങൾ നോക്കുമ്പോൾ എൻ്റെ കൂടെ മറ്റൊരു ആൻറ്റിയുണ്ട്. ഞങ്ങൾ നോക്കുമ്പോൾ കൃഷ്ണമണി ഏതാ മറ്റു ഭാഗങ്ങളേതാന്ന് കാണാൻ വയ്യാത്ത രീതിയിൽ കണ്ണ് പഴുത്തളിഞ്ഞു. വേഗം തന്നെ ആ പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിട്ട് അമ്മയെ അപ്പുറത്തോട്ട് ഇരുത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു വേഗം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം, അമ്മയുടെ കണ്ണ് പഴുത്തു പോയി. മഞ്ഞപ്പൊടി വാരിയിട്ട പോലെ കണ്ണ് അളിഞ്ഞിങ്ങനെ ഇരിക്കുക, ഭയങ്കര അസ്വസ്ഥത, വൊമിറ്റ് ചെയ്യുന്നു. എന്നോട് പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു. എന്നാൽ ആ രാത്രി സമയത്ത് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധ്യത പറ്റാതിരുന്നത് കൊണ്ട് അവിടെ തന്നെ ഒരു ഡോക്ടർ ട്രിവാൻഡ്രത്തോട്ട് വിളിച്ച് മറ്റൊരു ഡോക്ടറെ പരിചയപ്പെടുത്തി ഞങ്ങൾ സംസാരിച്ചു ഫോണിൽ. വെളുപ്പിനെ 5 മണിക്ക് പോകാമെന്ന് പറഞ്ഞ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. ഞാൻ മാനസികമായിട്ട് ഒത്തിരി തകർന്നു. ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ മകളാണ്, അതായത് ഏറ്റവും ഇളയ മകളാണ്. ഞാൻ എൻ്റെ അമ്മയെ ഒത്തിരി സ്നേഹിക്കുന്നു. അപ്പോൾ തന്നെ പ്രായമുള്ള മാതാപിതാക്കൾ, എത്ര തിരക്കിട്ട യാത്രകളുണ്ടെങ്കിലും ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിം സഹോദരങ്ങൾ ഒക്കെ നടത്തുന്ന ഓൾഡ് ഏജ് ഹോമിൽ പോയി ആ മാതാപിതാക്കളെ ശുശ്രൂഷിക്കും, കുളിപ്പിക്കും, ഭക്ഷണം വാരിയൊക്കെ കൊടുക്കും. അങ്ങനെ ഞാൻ നിരന്തരം ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയെ എത്രമാത്രം ഞാൻ സ്നേഹിക്കുന്നു. ഞാൻ വളരെ വേദനിച്ചു. അമ്മയുടെ അടുക്ക വന്നു, കാരണം അമ്മയോട് പറഞ്ഞിട്ടില്ല കണ്ണെടുത്ത് കളയാനാണെന്ന്. അമ്മയുടെ അടുക്ക വന്നു, കിടക്കിക്കരികെ മുട്ടുമടക്കി ഇതുപോലൊരു ഷാള് തലയിക്കിട്ട് കൈയെടുത്ത് അമ്മയുടെ ദേഹത്തോട്ട് വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു അമ്മേ നാളെ നമ്മൾ രാവിലെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോകാം. എന്തിനാ പോകുന്നതെന്നറിയാമോ? ചെറിയ ശബ്ദത്തിൽ ചെവി ഓർത്ത് പിടിച്ചാൽ മാത്രം കേൾക്കാം. അമ്മ പറഞ്ഞു ഇതിനെക്കാട്ടി നല്ല ഡോക്ടറെ കാണാൻ പോവാന്ന്. എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല കണ്ണെടുത്ത് കളയാനാണെന്ന്. പക്ഷേ സത്യം പറയാതെ കൊണ്ടുപോയാൽ അവിടെ ചെന്ന് ഈ ഒരു അവസ്ഥ വരുമ്പോൾ അമ്മ എങ്ങനെ പ്രതികരിക്കും? മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ള ആളല്ല എന്ന് ഭയന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയുടെ വലതേ കണ്ണ് എടുത്ത് കളയാനാ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് വിതുമ്പി കരയുന്ന പോലെ എൻ്റെ അമ്മ കരഞ്ഞു. എനിക്കത് കണ്ട് സഹിക്കാൻ വയ്യാതെ ഞാൻ മുറിയിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു മോനെ, നീ പ്രസംഗിക്കുന്ന, നാം ആരാധിക്കുന്ന നമ്മുടെ ദൈവം ആരാ? നിനക്ക് ഉറക്കം വരുന്ന സമയം വരെ മോനെ വലത്തെ കൈയെടുത്ത് എൻ്റെ കണ്ണയിൽ വെച്ച് സ്തോത്രം പറയാൻ പറ്റുമോന്ന്. നമ്മളെ എത്ര ബുദ്ധിമുട്ടിച്ച ഒരു സ്തോത്രം പറയിക്കുന്നത്. പ്രിയരെ, ആരുടെയും കഴിവുകൊണ്ട് ഒരുത്തരും ഇവിടെ ജയമേറ്റിട്ടില്ല. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ പഠിച്ചാൽ എരിഹോവിൻ്റെ മതിൽ തകർന്നതും ദൈവപ്രവൃത്തി മുഴുവൻ ഇതിനകത്ത് വെളിപ്പെട്ടത്. സ്തോത്രം. മഹത്വം കൊടുത്തിടത്തൊക്കെ ആ മഹത്വം ഇറങ്ങി വന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ പറഞ്ഞു പറയാമെന്ന്. ആ മുട്ടുമടക്കി അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു സ്തോത്രം മാത്രം പറയാൻ തുടങ്ങി. വിടുവിക്കണേ, സൗഖ്യമാക്കണമേ. ഇപ്പോൾ തന്നെ ഒന്നും പറഞ്ഞില്ല. സ്തോത്രം 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 എന്ന് പറഞ്ഞ് ആ രാത്രി 10:15 മുതൽ
3:30 വരെ സ്തോത്രം മാത്രം പറഞ്ഞിരുന്നു. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ കണ്ണിന് മുമ്പിലൂടെ കടന്നുപോയി. പ്രിയരെ, ഓരോ പേജുകൾ മറിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ നാളുകൾ ദൈവം നടത്തിയത്. പിന്നിട്ട പാതകളിലേക്ക് നോക്കിയാൽ നമുക്കെല്ലാവർക്കും എബനേസർ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇത്രത്തോളം യഹോവ സഹായിച്ചു. ഇനി എന്തായി തീരുമെന്ന ശത്രു നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് ഒന്നേ പറയാനുള്ളൂ, യഹോവ ഈരേ, അവൻ കരുതുന്ന ദൈവമാ. അങ്ങനെ സ്തോത്രം പറഞ്ഞിരുന്നു. സ്തോത്രം പറഞ്ഞ് ഒത്തിരി ചിന്തകൾ, ഒരുപാട് സ്മരണയുടെ കല്ലുകൾ നമ്മൾ നാട്ടിയിട്ടില്ല. എന്തുമാത്രം സ്തോത്രം പറയാനുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇന്ന് ദൈവം ഒരു വിടുതൽ ചെയ്യുന്നില്ലെങ്കിൽ ഇന്നലെകൾ ചെയ്ത നന്മ ഓർത്തൊന്ന് സ്തുതിക്കാൻ പറ്റുമോ? സ്തോത്രം. ഒത്തിരി സ്മരണയുടെ കല്ലുകൾ നമ്മൾ നാട്ടിയിട്ടുണ്ട്. ഞാൻ ഓർത്ത് സ്തുതിക്കാൻ തുടങ്ങി, സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങി. സ്തോത്രം മാത്രം പറഞ്ഞു. അമ്മയുടെ വലത്തെ കണ്ണിന്റെ കൈ മാറ്റാതെ സ്തോത്രം 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 സ്തോത്രം. ഇസ്രായേൽ എന്തുമാത്രം സ്തുതിക്കാനുണ്ടായിരുന്നല്ലേ. അത് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, 1-ാം വയസ്സിൽ ഇട്ടുകൊടുത്ത ചെരുപ്പ് 40-ാമത്തെ വയസ്സിലും അവനിട്ടു. 1 വയസ്സിൽ ഇട്ടുകൊടുത്ത ഉടുപ്പ് 40-ാമത്തെ വയസ്സിലും കുഞ്ഞിട്ടു. കൊച്ചു വളരാഞ്ഞിട്ടോ കാല് വളരാഞ്ഞിട്ടല്ലോ, ഇതുപോലെ നടത്തുന്ന ഒരു ദൈവം. എത്രമാത്രം സ്തുതിക്കാനുണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സ്തുതിച്ചു. 3:30 തലയിലിരുന്ന ഷാള് തന്നെ നിലത്തോട്ടിട്ട് ഞാൻ ഇവിടെ കിടന്നു. 5 മണിയായപ്പോൾ സെൽഫോൺ റിങ് ചെയ്തു. ഞാൻ വേഗം എടുത്തു. ഞാൻ നന്നായിട്ട് ഉറങ്ങിപ്പോയി. ഞാനിതെടുത്തു. ഞങ്ങളുടെ അടുത്തുള്ള സഹോദരനാം അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, കുഞ്ഞെ ഗേറ്റ് തുറന്നില്ലേ, ലൈറ്റ് ഇട്ടില്ലേ, 5 മണിക്ക് ട്രിവാൻഡ്രത്തേക്ക് പോകണമെന്ന് പറഞ്ഞു അമ്മയും കൊണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വേഗം ചാടി എഴുന്നിട്ട് ലൈറ്റ് ഇട്ടു. എന്നിട്ട് അമ്മയെ തട്ടി വിളിച്ചിട്ടു, അമ്മ സാരി ഒന്നും ഉടുക്കാൻ സമയമില്ല, ഒരു നൈറ്റി ഷാൾ വിട്ടാൽ മതി, വേഗം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് പോകാം. അമ്മ ചാടി എഴുന്നേറ്റു. ഞാനൊന്ന് ഫ്രഷ് ആകാൻ അമ്മയുടെ മുറിയിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ അമ്മ എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, മോനെ ഇതെടുത്തൊന്ന് മാറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് മാറ്റത്തില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ ഡോക്ടർ മാറ്റും. രാത്രി മൊത്തം സ്തോത്രം പറഞ്ഞ ഞാനാ. അമ്മ പറഞ്ഞില്ല, ഇതൊന്ന് എടുത്ത് മാറ്റ്. ഞാൻ പറഞ്ഞു, അമ്മേ അത് മാറ്റാൻ പറ്റത്തില്ല, കാരണം ഈ കോട്ടൺ ഈ പഞ്ഞിയെല്ലാം കൂടെ മഞ്ഞ കളറിലിരിക്കുക. എനിക്കറിയാം ഇനി അത് ഇളക്കിയാൽ കണ്ണുൾപ്പെടെ വരും. ഇതെൻ്റെ മനസ്സിൽ ഭീതി. ഞാൻ മാവേലിക്കര ഫിലിപ്പ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ നേഴ്സായി വർക്ക് ചെയ്ത ഒരാളാണ്. സ്തോത്രം. ഒരുപാട് സ്തോത്രം രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതെൻ്റെ അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതെൻ്റെ അമ്മയാണ്. എനിക്ക് വേദനിക്കും. സ്തോത്രം. ഞാൻ പറഞ്ഞില്ല, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ചെന്ന് ഇത് മാറ്റിയാൽ മതി. അമ്മ പറഞ്ഞില്ല, ഞാൻ ഒരു മെഡിക്കൽ കോളേജിലും പോകത്തില്ല. അദ്ദേഹത്തെ പറഞ്ഞു, വീട്ടിൽ വിട്, ഇവിടെ ആരും കാർ ഓടിക്കണ്ട, ഞാൻ കാറെ കയറത്തുമില്ല, യേശു എന്നെ സൗഖ്യമാക്കിയെന്നു. സ്തോത്രം. ഞാൻ പറഞ്ഞു, അമ്മ ഇത് ഇളക്കാൻ പറ്റത്തില്ല. അവസാനം മടുത്തിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് ഇന്നലെ കാണിച്ച ഡോക്ടർ എടുക്കലോട്ട് പോവാം. അമ്മ പറഞ്ഞു, ഒരു ഡോക്ടർ എടുക്ക പോകത്തില്ല, നീ ഇന്നലെ കൈവച്ച് സ്വോത്രം 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 എന്ന് പറയുമ്പോൾ ഒരൈസ് എടുത്തു വെച്ച പോലെ മക്കളെ എൻ്റെ കണ്ണിനൊരു തണുപ്പ് അനുഭവപ്പെട്ടു. നീ സാധനം അങ്ങോട്ട് ഇളക്കി കളയാൻ പറയുന്നു. എനിക്കറിയാം അമ്മ ഇത് പിടിച്ചെടുത്ത് കളയുമെന്നറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈ പാഡ് അങ്ങോട്ട് മാറ്റി നോക്കിയപ്പോൾ എൻ്റെയും നിങ്ങളുടെയും കണ്ണെങ്ങനെ ഇരിക്കുമോ അതുപോലെ എൻ്റെ അമ്മയുടെ കണ്ണ്. ഇന്ന് ആ കണ്ണുകൊണ്ടാ ബൈബിൾ വായിക്കുന്നത്, ഇന്ന് ആ കണ്ണുകൊണ്ടാ മനോരമ വായിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇവിടെ കെ.സി. വർഗീസ് പാസ്റ്ററുടെ വളരെ പരിചയമുള്ള സ്തോത്രം സ്നേഹിക്കുന്ന എൻ്റെ ടീമിലുള്ള സഹോദരിമാരുണ്ട്. അവരൊക്കെ എപ്പോഴും വീട്ടിൽ വരുന്നത് എല്ലാവർക്കും അറിയാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാ? സ്തോത്രത്തിന്റെ ശക്തി. കൃഷ്ണമണി ഏതാ മറ്റു ഭാഗങ്ങളെ നിന്ന് കാണാൻ വയ്യാത്തിരുത്തി പഴുത്തെളിഞ്ഞിരുന്ന കണ്ണ് എൻ്റെയും നിങ്ങളുടെയും കണ്ണുപോലായി. ഒറ്റ രാത്രി സ്തോത്രം പറഞ്ഞതിൻ്റെ ശക്തി. ഞങ്ങൾ എങ്ങനെയാ സ്തുതിക്കാതിരിക്കുന്നത്? ഞങ്ങൾ എങ്ങനെയാ വാഴ്ത്താതിരിക്കുന്നത്? വേദപുസ്തകത്തിൻ്റെ താളുകളെ പുരളിച്ചിരുന്ന കൂട്ടുകാരുടെ നടുവിൽ വെച്ച് വലിച്ചു കീറി പരിക്കനുള്ള സിമെന്റ് തറയിലേക്കിട്ട് പാരകന്റെ ചെരുപ്പ് കൊണ്ട് ചവിട്ടി അതേ തുപ്പിയിട്ട് നിങ്ങളുടെ യേശുവിന് ശക്തി കൊണ്ടേ കാണട്ടെന്ന് പറഞ്ഞ് ഈ നാമത്തെ നിരാകരിച്ച വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. ചെറിയൊരു ടെമ്പറേച്ചർ തുടങ്ങിയതാ. സ്തോത്രം. ഒടുവിൽ സ്തോത്രം പെട്ടെന്ന് വായൊരുവശത്തേക്ക് കൂടി സംസാരശേഷി നഷ്ടപ്പെട്ടപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ബെൽസ് പാൾസി എന്നാ പറഞ്ഞത്. ബെൽസ് പാൾസി അല്ല, ദൈവത്തിന്റെ കരമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മാസങ്ങൾ പലത് കഴിഞ്ഞപ്പോൾ വലത് കൈയും വലത് കാലും ശോഷിച്ചു, ആമവാദം പോന്ന പോലെ. സ്തോത്രം. 3.5 മാസം കഴിഞ്ഞപ്പോൾ ഇടത് കൈയും ഇടത് കാലും ശോഷിച്ചു. ഒറ്റ വാക്കിൽ അതും പറഞ്ഞാൽ സമൃദ്ധമായി മുടിയെല്ലാം കൊഴിഞ്ഞ് വായൊരുവശത്തേക്ക് കോടി, കൈകാലുകൾ ശോഷിച്ചു. ഒടുവിൽ അവിടെ നിന്ന് ഉപേക്ഷിച്ച് എന്നെ ജയഭാരതത്തിലേക്കാണ് കൊണ്ടുവന്നത്. അവിടുത്തെ ശക്തമായ ചികിത്സയെല്ലാം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ സ്തോത്രം പ്രിയരെ, സ്തോത്രം, ലോകം കൈവിട്ട് എന്നെ എൻ്റെ യേശു രക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെയാ ദൈവത്തെ സ്തുതിക്കാതിരിക്കുന്നത്? എങ്ങനെയാ ദൈവത്തെ ആരാധിക്കാതിരിക്കുന്നത്? എങ്ങനെയാ മൗനമായിരിക്കാൻ കഴിയുന്നത്? സ്തോത്രം. ഹല്ലേലൂയ.
അങ്ങനെ കിടക്കുമ്പോഴാണ് നാഷണൽ ഗോസ്പൽ ഫോഴ്സ് എന്ന് പറയുന്ന ടീമിന്റെ പ്രവർത്തകർ ഞങ്ങളുടെ ദേശത്തേക്ക് വന്നു. കവലയിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, മരിച്ച് നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്, മരിച്ചടക്കപ്പെട്ടവരെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്, നാറ്റം വെച്ച ലാസറിനെ ഉയർപ്പിച്ച ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, ആ ദൈവത്തിന്റെ ശക്തി കാണട്ടെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ ഒറ്റ വാക്കിൽ പറയാമതും കിടക്കയ്ക്ക് ചുറ്റും നിന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ച് ആത്മശക്തിയോടെ അവർ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. സർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും ഏത് മുഴങ്കാലും അടങ്ങുന്ന നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവരാത്മാവിൽ ആരാധിക്കുമ്പോൾ യേശുവിന്റെ നാമം വാഗൊണ്ട് എടുക്കത്തില്ലെന്ന് പറഞ്ഞ് നിരാകരിച്ച് എൻ്റെ മേൽ ആ ആത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങി. ആലെ 4 ആളൊരു പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വന്ന് വീടിന്റെ മേൽക്കൂര തുറന്നിട്ട് യേശു ഇരുന്ന സ്ഥലത്തേക്ക് ഇറക്കി കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസത്താൽ ആ പക്ഷപാതക്കാരൻ സൗഖ്യമായെങ്കിൽ ഇന്ന് രാത്രി വിളിച്ചു പറയാ, ഒരു പക്ഷേ ഈ പന്തലിനകത്തല്ല, വീടുകളിൽ, വീതികളിൽ, വഴിയോരങ്ങൾ, വരാന്തകളിൽ, കടത്തിണ്ണങ്ങൾ, വാഹനങ്ങളിലൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. പ്രിയരെ, ഒരു മതത്തിന്റെ വക്താവായോ ഒരു സംഘടനയുടെ വക്താവായി നിന്നുകൊണ്ടല്ല ഇന്ന് രാത്രി ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. കാരണം എന്റെ യേശു ഒരു മതസ്ഥാപകനല്ല, യേശു ഒരു മതം സ്ഥാപിച്ചിട്ടില്ല. ആലെ ലക്ഷം വീട്ടിൽ കിടന്നവരെ, ലക്ഷപ്രഭുവിനെ ഒരുപോലെ സ്നേഹിച്ച ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവോ. വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്നും വാളുറയിലിടാനും പറഞ്ഞ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാ. പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കാൻ മാത്രം പഠിപ്പിച്ച യേശു നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ, അതെ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച യേശു, സ്നേഹം മാത്രം പഠിപ്പിച്ച യേശു, ആ യേശുവിനെ എനിക്ക് ഉയർത്താനുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ ആത്മാവിൽ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആത്മാവിൽ അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സ്തോത്രം, എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ കുഞ്ഞ് മരിക്കാൻ പോവുകയെന്ന്. ഒറ്റ വാക്കിൽ ലോകവൈദ്യന്മാർ ആശ്രയസ്ഥാനങ്ങൾ അറ്റുപോയി. അകത്തളത്തിൽ 18 കിലോ പോലും തികച്ചില്ലാത്തൊരു അസ്ഥിഭഞ്ജനമായി കിടന്ന്, ഈ ഷേപ്പൊന്നുമല്ല. ഇന്ന് ഞാൻ ചിരിക്കുന്ന മുഖമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മുടിയെല്ലാം കൊഴിഞ്ഞ് വായൊരു വശത്തേക്ക് കൂടി വലിച്ചു വിടുക, കേൾവി നഷ്ടപ്പെട്ട് കൈകാലുകൾ ശോഷിച്ച് ഉച്ചി മുതൽ പാദം വരെ പപ്പടം തിളച്ച വെളിച്ചെണ്ണയ്ക്കകത്തുമ്പോൾ കുമളുകൾ പോലെ വരുന്ന പോലെ ദേഹത്ത് വ്രണം നിറഞ്ഞ് ശരീരവയവങ്ങൾ പോലും വഴിക്ക് ഡ്രസ്സ് പോലും ധരിക്കാൻ കഴിയാതെ വിരൂപമായൊരവസ്ഥയിൽ അവർ വരുമ്പോൾ ഒരു ഷീറ്റ് മാത്രം എൻ്റെ ദേഹത്തേക്കിട്ട് അങ്ങനെ നിശ്ചലമായി കിടന്നെടുത്ത് എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എൻ്റെ ജീവനെ എടുക്കണേ, എനിക്കിത് കാണാൻ വയ്യ. അവിടെ കിടന്നുകൊണ്ട് സ്തോത്ര കരത്തോട് കരം കോർത്തു പിടിച്ച് കിടക്കുന്ന എൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചു, കർത്താവേ, സുന്ദരമെന്ന ദേവാലയത്തിൽ ഭിക്ഷയാചിരുന്ന മുടന്തന് സൗഖ്യം കൊടുത്ത നാഥ, ഇവളെ ഇവിടെ എഴുന്നേൽപ്പിച്ച് കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, രാജ്യങ്ങളുടെ ശബ്ദമാക്കി, ക്രിസ്തുവിന്റെ ശബ്ദമാക്കി മാറ്റണമെന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സകല നാമത്തിലും മേലായ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, ഹല്ലേലൂയ. ആ നാമം ധരിച്ചവർ, എനിക്കതാ പറയാനുള്ളത്, ആ നാമം ധരിച്ചവർ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ സ്നാനമേറ്റവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ ധരിച്ചിരിക്കുന്നു. ഈ നാമം ധരിച്ചുകൊണ്ട് അവരെന്റെ വീട്ടിലോട്ട് കയറി വന്നു. ആ നാമം ചൊല്ലി കിടക്കയ്ക്ക് ചുറ്റും കൈകോർത്ത് പിടിച്ചിരുന്നു. 3 പ്രാവശ്യം വൊമിറ്റ് ചെയ്തു. 3-ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, യേശു 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 ഭഗവാൻ ജീവിക്കുന്നു. സ്തോത്രം. അന്ന് തന്നെ എൻ്റെ ദൈവം വിടുവിച്ചു. സ്തോത്രം. 87 വയസ്സുള്ള എൻ്റെ അമ്മയെ ദൈവം രക്ഷിച്ചു. എങ്ങനെയാ സ്തുതിക്കാതിരിക്കുന്നത്? എങ്ങനെയാ ആരാധിക്കാതിരിക്കുന്നത്? പ്രിയരെ, വിടുതൽ പ്രാപിച്ചവർക്ക് മൗനമായിരിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. വിടുതൽ കിട്ടിയ മറിയ പ്രാപിച്ച വിടുതല് ഭയത്തെ പുറത്താക്കി കളഞ്ഞു. എന്താണ് പ്രാപിച്ച വിടുതല്? തികഞ്ഞ ദൈവ സ്നേഹം. യേശുവിനോടുള്ളത് വെറും ഒരു സ്നേഹമാകല്ല, അതൊരു പ്രേമമായി മാറണം. പാട്ടുകാരൻ അതുകൊണ്ട് ആത്മാവി പാടി, പ്രേമം എന്നിൽ വർദ്ധിക്കുന്നേ പ്രിയനോട് ചേരുവാൻ. യേശുവിനോടുള്ള വെറും ഒരു സ്നേഹമാകരുത്, അത് പ്രേമമായി മാറണം. അതിന് ഈ ലോകത്തിൽ ഒന്നും ഒരു തടസ്സമല്ലെന്നേ, ആരും ഒരു തടസ്സമല്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ മറിയ മാറിപ്പോയില്ല. ഒരുത്തൻ കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങി നോക്കി, റൂമാല് കണ്ടു. ഒരുത്തൻ കല്ലറ വാതിക്കൽ ചെന്ന് കുനിഞ്ഞു നോക്കി, എന്നെ കണ്ടു? സ്തോത്രം. തലയിൽ ചുരുട്ടിയതായ റൂമാലും ചുരുട്ടി വെച്ച ശീലയും കണ്ടുകൊണ്ട് അവർ വീട്ടിലേക്ക് പോയി. എന്നിട്ട് എഴുതിയിരിക്കുന്നു, 3.5 വർഷം കൂടെ നടന്നവരുടെ കാര്യം എഴുതിയേക്ക്, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവരതുവരെ കേട്ടില്ല. സ്തോത്രം. ഇറങ്ങി നോക്കിയവനും കുനിഞ്ഞു നോക്കിയവനും ശീല റൂമാലും ഒക്കെ കണ്ട് വീട്ടിൽ പോയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് 10-ാം വാക്യത്തിൽ. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങി. 11-ാം വാക്യം,
എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. ഇറങ്ങി നോക്കിയവൻ കാണാത്തത്, കുനിഞ്ഞു നോക്കിയവൻ കാണാത്തത്, കരഞ്ഞു നോക്കിയവൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ കൊണ്ടേ പോകൂ. യേശുവില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കൊണ്ടേ പോകൂ. അല്ലേ, അന്തോക്യയിൽ വെച്ച് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനി എന്ന പേര് കിട്ടി. കൂടെ നടന്ന് സകലതും അനുഭവിച്ചറിഞ്ഞവൻ സകലരും ഇതറിയാതെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഇരുട്ടിനെ കീറി മുറിച്ച് വാളിനെ ഭയപ്പെടാതെ, പടയാളികളെ ഭയപ്പെടാതെ ഈ നാമം ചൊല്ലി അവൾ വീട്ടിൽ നിന്നിറങ്ങി. യേശു എന്ന നാമം കൊണ്ട് അവൾ ഇറങ്ങി. അവൾ ഒരു കാര്യം പറഞ്ഞു, അവനെ കൊണ്ടേ ഞാൻ പോകൂ. ആ നാമത്തിലാണ് ഞാൻ ഇറങ്ങിയതെങ്കിൽ, ആ നാമം ചൊല്ലിയാണ് ഞാൻ ഇറങ്ങിയതെങ്കിൽ, ആ നാമമാണ് എന്നെ പുറത്തു കൊണ്ടുവന്നതെങ്കിൽ, ആ നാമമാണ് എന്നെ വിടുവിച്ചതെങ്കിൽ യേശുവില്ലാതെ ഞാൻ പോകില്ല. യേശുവുമായിട്ട് പോകത്തുള്ള ദൃഢനിശ്ചയം എടുത്തവരുടെ മുമ്പിൽ സ്തോത്രം, തടസ്സങ്ങൾ തനിയെ മാറും. തടസ്സങ്ങൾ തനിയെ മാറും. ഇന്ന് രാത്രി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? തടസ്സങ്ങൾ തനിയെ മാറും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമായില്ല. പ്രൈസ് ദി ലോർഡ്. അവൾ കുനിഞ്ഞ് കല്ലറയ്ക്കകത്തെ കരഞ്ഞുകൊണ്ട് നോക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കി. അവിടെ എഴുതിയിരിക്കുന്നു, യേശുവിന്റെ ശരീരം കിടന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാര്. നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം. ഇറങ്ങി നോക്കിയവർ കാണാത്തത് കരഞ്ഞു നോക്കിയവൾ കണ്ടു. ഇറങ്ങി നോക്കിയവർ കാണാത്തത് കരഞ്ഞു നോക്കിയവൾ കണ്ടു. പ്രൈസ് ദി ലോർഡ്. കൊണ്ടേ പോകൂ. ക്രിസ്തുവില്ലാതെ ഒരു സ്റ്റെപ്പ് പോലും ഇനി ഞാൻ മുന്നോട്ട് വെക്കത്തില്ലെന്ന്. അവനെ കൊണ്ടേ പോകൂ, അവനെ കൊണ്ടേ പോകൂ. ദൃഢനിശ്ചയത്തോടെ വന്നവൾ കണ്ടു 2 ദൂതന്മാരെ. നിങ്ങൾ നോക്കണം, ഇരുട്ടുള്ളപ്പോഴാണ് റോമൻ പടയാളികൾ, വാള്, ഇതെല്ലാം ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ കരഞ്ഞുകൊണ്ട് കല്ലറയ്ക്കകത്തേക്ക് നോക്കിയവൾ തലക്കലും കാൽക്കലും ഇരിക്കുന്ന 2 ദൂതന്മാരെ കണ്ടു. പക്ഷെ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ദൂതനെ കണ്ടുപോകാൻ വന്നതല്ല, ശീലകൾ കണ്ടുപോകാൻ വന്നതല്ല, റൂമാല് കണ്ടുപോകാൻ വന്നതല്ല, ഉരുണ്ടുമാറിയ കല്ല് കണ്ടുപോകാൻ വന്നതല്ല, ഒഴിഞ്ഞ കല്ലറ കണ്ടുകൊണ്ടുപോകാൻ വന്നതല്ല. അവളൊരു വിടുതലുമായിട്ടേ പോകത്തുള്ളൂ. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചല്ലാതെ ക്രിസ്തുവില്ലാത്ത ഒരു യാത്ര എനിക്ക് വേണ്ട. അതിച്ചിരി റിസ്ക് ഉള്ള കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അതിച്ചിരി പ്രയാസമുള്ള കാര്യമാ. സ്തോത്രം. അവരെല്ലാം ഭയചകിതരായി വീട്ടിലേക്ക് പോയപ്പോൾ ദൂതനെ കണ്ടിട്ടുള്ളവൾ മടങ്ങിപ്പോയില്ല. ദൂതൻ അവളോട് പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. 13-ാം വാക്യത്തിലുണ്ട്. നിങ്ങൾ പുസ്തകത്തിലോട്ടൊന്ന് നോക്കി. സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ഇത് ചോദിച്ചപ്പോൾ അവൾ പറയും, എന്റെ കർത്താവിനെ അവനെ എവിടെ വെച്ചോന്ന് ഞാൻ അറിയുന്നില്ല. ഇത് പറഞ്ഞിട്ട് അവൾ പിന്നോക്കം തിരിഞ്ഞു. യേശുവിനെ കണ്ടു. പക്ഷേ ഇരുട്ടുള്ളപ്പോൾ, സ്തോത്രം, അവൾ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട്, സ്തോത്രം, അവൾ അറിഞ്ഞില്ല യേശുവാണെന്ന്. അവൾ പറയുക, യേശു ചോദിച്ചു, സ്ത്രീയെ, നീ ആരെയാ നീ തിരയുന്നതെന്നൊരു ചോദ്യം. അവൻ തോട്ടക്കാരെന്ന് നിരൂപിച്ചിട്ട് അവൾ പറയുകയാ, യജമാനനെ, നീ അവനെ എടുത്തുകൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയേ? എങ്കിൽ അവനെ എവിടെ വെച്ചോന്നു പറഞ്ഞതാ. ഞാൻ അവന്, നോക്കിക്കേ, ഇരുട്ടുള്ളപ്പോഴാ കൂടെ ഇറങ്ങി, മറ്റു സുവിശേഷങ്ങളിലും വായിക്കണം, കൂടെ ഇറങ്ങി മറ്റുള്ളവരും പോയി. സ്തോത്രം. കൂടെ ഇറങ്ങിയ പലരും പുറകോട്ട് പോയി, കൂടെ വന്ന പലരും പുറകോട്ട് പോയി. പക്ഷേ വിടുതൽ പ്രാപിച്ചവർക്ക് മൗനമായിരിക്കാൻ പറ്റിയില്ല. സ്തോത്രം. അവക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. നമുക്കറിയാം, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ആദ്യം പ്രത്യക്ഷമായത് മഗ്ദലക്കാരത്തി മറിയയ്ക്ക്. അവൾക്കൊരു കാര്യം പറയാനുണ്ട്. പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ടവളായിരുന്നു, പാപത്താൽ പിടിക്കപ്പെട്ടവളായിരുന്നു. എന്നെ വിടുവിച്ചത് ഈ നാമമാ, എന്നെ വിടുവിച്ചത് ഈ നാമമാ. അതുകൊണ്ട് ഈ നാമത്തിനരികിൽ നിന്ന് എനിക്ക് മാറിപ്പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാ ക്രൂശിനരികിൽ നിന്ന് മാറാഞ്ഞത്. ഇവിടെ കാണുവാൻ കഴിയുന്ന കാഴ്ച, സ്തോത്രം, തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ പറയാ, അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഞാൻ അവനെ എടുത്തുകൊണ്ട് പോകാം. ഇത് പറയുമ്പോൾ യേശു പറഞ്ഞു,
മറിയേ. പേർ ചൊല്ലി വിളിക്കുന്നവന്റെ ശബ്ദം, പേർ ചൊല്ലി വിളിക്കുന്നവന്റെ ശബ്ദം അവൾ കേട്ടപ്പോൾ, റബ്ബൂനി, ഗുരുവേ, അവൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. ഇന്ന് രാത്രികാലം ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. പേർ ചൊല്ലി വിളിക്കുന്നവന്റെ ശബ്ദം കേൾക്കുന്ന ആ തിരിച്ചറിവ്. പ്രിയരെ, അപ്പം തിന്നവരും കൂടെ നടന്നവരും കൂടെ ഇറങ്ങിയവരും ഒത്തിരി വർഷം കേട്ടെന്ന് പറയുന്നവരൊക്കെ കേട്ടില്ല എന്ന് പറഞ്ഞു മാറിപ്പോകുമ്പോഴും ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ നിന്ന് പൗലോസ് പറഞ്ഞ പോലെ എന്നെ വേർപിരിക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അവന് ഒതുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ദമസ്കോസിന്റെ പടിവാതുക്കം വെച്ചൊരു പിടിച്ച പിടിയെ. സ്തോത്രം, ഹല്ലേലൂയ. ഇനി അവനെ പൂട്ടിയിടാൻ പറ്റുമോ? ജയിലിൽ കൊണ്ട് പൂട്ടിയിട്ടാൽ അവിടെ കിടന്ന് ലേഖനം എഴുതും. അവിടെ നിന്ന് അഴിച്ച് പുറത്തു വിട്ടാൽ പുറത്തു വന്ന സഭ പണിയും. സ്തോത്രം, പിടിച്ചു കെട്ടിയിട്ടാൽ ലേഖനം എഴുതും, തുറന്നു വിട്ടാൽ സഭയും പണിയും. സ്തോത്രം, ഈ നാമത്തെ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ് ഓരോരുത്തർക്കും ഇത് വിട്ട് മാറിപ്പോകാൻ സാധ്യമല്ല. അതുകൊണ്ട് നാം വായിച്ച വാക്യത്തിലേക്ക് ഞാൻ വേഗത്തിൽ വരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, സകല നാമത്തിലും മേലായ നാമം. പ്രൈസ് ദി ലോർഡ്. ഈ നാമത്തിൽ വിടുതലുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 3:6 വേഗത്തിൽ വായിച്ചേ. സുന്ദരം എന്ന ദേവാലയത്തിലേക്ക് പത്രോസ് യോഹന്നാനും പോവാ. അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യനിരിക്കുന്നു. അത് നമുക്കറിയാം. പള്ളിയിലേക്ക് പോകുന്നവരോടും വഴിയെ പോകുന്നവരോടെല്ലാം ഭിക്ഷാടനം നടത്തിയിരിക്കുന്ന ഒരു മനുഷ്യൻ. വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് യേശു കർത്താവിന്റെ ശിഷ്യന്മാരാകുന്ന യോഹന്നാനെയും പത്രോസിനെയും കണ്ടപ്പോൾ അവരെ നോക്കി പത്രോസ് യോഹന്നാനോടുകൂടെ അവനെ ഉറ്റുനോക്കി. എന്നിട്ട് പറഞ്ഞു ഒരു ദൂത 3:6, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. കാരണം മാളിക മുറിയിൽ പ്രാപിച്ച ശക്തിയായത്, മാളിക മുറിയിൽ പ്രാപിച്ച ബലമായത്. സ്തോത്രം. കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന്. ഇത് പ്രാപിച്ചത് 2-ാം അധ്യായത്തിലാണ്. അടങ്ങിയിരിക്കാൻ പറ്റുമോ? സ്തോത്രം. ഇത് പ്രാപിച്ച് ഇതും വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മുടെ മേലുള്ള ശക്തി, കേട്ടോ. സ്തോത്രം. ഒരിക്കലൊരു ചന്ദ്രരോഗിയുടെ അപ്പൻ യേശു കർത്താവിൻ്റെ അടുക്കൽ ആ കുഞ്ഞിനെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എന്നെ സൗഖ്യമാക്കണം. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പരാതി പറഞ്ഞു, ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിനെ തീ കാണുമ്പോൾ, വെള്ളം കാണുമ്പോൾ ഒരു ദുർശക്തി അവനെ വ്യാപരിച്ചിരിക്കുക. ഈ ശക്തി അവനെ തീക്കകത്തേക്കും വെള്ളത്തിനകത്തേക്കും തെള്ളിയിടുന്നു. ചന്ദ്രരോഗമെന്ന് അവരിട്ടിരിക്കുന്ന പേര്. നിന്റെ ശിഷ്യന്മാർ കൂടെ നടക്കുന്നവർക്കിത് വിടുവിക്കാൻ കഴിയുമെന്ന് ആ അപ്പന് മനസ്സിലായിട്ട് ആ അപ്പൻ ആ കുഞ്ഞിനെയും കൊണ്ട് വന്നു. എന്നിട്ട് യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറയാം, നിന്റെ ശിഷ്യന്മാർക്ക് ഇതിന് കഴിഞ്ഞില്ല. ഉടനെ യേശു കർത്താവ് അവരെ നോക്കിയിട്ട് പറഞ്ഞു, അവിശ്വാസവും കോട്ടമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളുടെ നടുവിൽ നടക്കും, എത്രത്തോളം ഞാൻ നിങ്ങളെ സഹിക്കും. എന്നിട്ട് ചന്ദ്രരോഗിയായ കുഞ്ഞിനെ നോക്കി സെക്കൻഡ് കൊണ്ട് ആ രോഗം, ആ ബാധ അവനെ വിട്ടുമാറി. തീയിൽ തള്ളിയിടുക, വെള്ളത്തിൽ തള്ളിയിടുക, അതൊരു പൈശാചിക ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ശിഷ്യന്മാർക്ക് ഒന്നും ഉൾക്കൊള്ളായിരുന്നു. ഇതിനെ ഡീൽ ചെയ്ത ഒരു ജനറേഷൻ നമ്മുടെ മുമ്പിലുണ്ട്. പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാന്റെ മേൽ വെച്ചപ്പോൾ യോർദാൻ 2-ആയി പിരിഞ്ഞു മാറി. സമുദ്രമേ നീ ഓടുന്നതെന്ത്, യോർദാനേ നീ പിൻവാങ്ങുന്നതെന്ന് ഇതിനെ ഡീൽ ചെയ്ത ഒരു ജനറേഷൻ നമ്മുടെ മുമ്പിൽ പോയി. സ്തോത്രം. തീയുടെ ബലത്തെ കെടുത്തിയ ഒരു ജനറേഷൻ നമ്മുടെ മുമ്പിൽ പോയി. ഇന്ന് രാത്രി വിശ്വസിക്കാൻ തയ്യാറാണോ? സകല ബന്ധനത്തെയും തകർക്കുവാൻ, സകല കേട്ടുകളെ അഴിക്കുവാൻ, സകല ബാധകളും മാറുവാൻ, സകല ശാപങ്ങളെ മാറ്റുവാൻ കഴിയുന്ന നാമമായത്. ഈ നാമം ഒരു വീട്ടിൽ ഉച്ചരിച്ചാൽ വിടുതൽ സംഭവിക്കും. ഈ നാമം ഒരു ദേശത്ത് വെളിപ്പെട്ടാൽ പൈശാചിക മണ്ഡലങ്ങൾ അലറി മാറും.
പ്രൈസ് ദി ലോർഡ്. പിശാച് അതിനെ അനുവദിക്കത്തില്ല. സ്തോത്രം. പിശാച് അതിനെ അനുവദിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ നാമം ഉയരുന്നിടത്തൊക്കെ പ്രതികൂലം. ഈ നാമം ഉയരുന്നിടത്തൊക്കെ ഇതിൻ്റെ ഒരു കഷ്ണം പേപ്പർ കണ്ടാൽ, സ്തോത്രം, അറിയാം ഈ ഒരു പേപ്പർ ഒരു വീട്ടിൽ കയറിയ വിടുതല, ഒരു വ്യക്തിയുടെ അകത്ത് കയറിയ വിടുതല. സ്തോത്രം. ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? വിശ്വസിക്കാൻ കഴിയാതിരുന്നത് കൊണ്ട്. ശ്രദ്ധിക്കണമേ, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല. പത്രോസ് പറയുക, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എന്താണ്? നസ്രയനായ യേശുവിന്റെ നാമം. ഇന്ന് രാത്രി ആ നാമത്തെ കരമുയർത്തി ഒന്ന് സ്തുതിച്ചാട്ട്. ആ നാമം അധരം തുറന്ന് നമ്മൾ പറയണം. സ്തോത്രം. ഹല്ലേലൂയ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങുന്ന നാമം. ആ നാമത്തിൽ പത്രോസ് യോഹന്നാനും അവനെ ഉറ്റു നോക്കിയിട്ട് പറയാം, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഏത് നാമമാ? യേശുവിന്റെ നാമം. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക. അപ്പോസ്തലപ്രവൃത്തി 4:12 വായിച്ചേ. വേഗത്തിൽ വായിച്ചു വിട്ടാട്ടെ. മറ്റൊരുത്തനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഓ സ്തോത്രം. എന്ത് പ്രതികൂലത്തെ ഈ നാമത്തിൽ നിങ്ങൾ മുന്നോട്ട് പോയി നോക്കി, നമ്മളതിനെ അതിജീവിക്കും. ഒരിക്കൽ പഴയ നിയമഭക്തനായ ദാവീദിന്റെ മുമ്പിൽ 40 ദിവസത്തോളം വെല്ലുവിളിച്ചു നിന്ന മല്ലനായ ഗോലിയാത്ത്. സ്തോത്രം. രാജ്യം തന്നെ വിറച്ചിരിക്കുക. ഭയങ്കര യുദ്ധം. ആർക്കും അവന്റെ നേരെ പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ല. സൈന്യം ഭയപരവശരായിരിക്കുമ്പോൾ അഭിഷേകമുള്ള ഒരു ദാവീദ് എഴുന്നേറ്റ് തോട്ടിലേക്ക് ഇറങ്ങി മിനുസമുള്ള 5 കല്ലുകളെ പെറുകിയെടുത്ത് ഇടയ സഞ്ചിക്കാത്തിട്ടില്ല കയ്യിൽ കവടയുമായി പോകുമ്പോൾ, സ്തോത്രം, താമ്രം ധരിച്ചു നിൽക്കുന്ന ആജാനുബാഹുവായ ഗോലിയാത്ത് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആ, നീ വടിയും ഒക്കെയായിട്ട് എൻ്റെ നേരെ വരാൻ ഞാൻ നായാണോ? ഉടനെ അഭിഷേക ശിരസിൽ വീണവനാ. അഭിഷേകം ആള് മാറ്റും കേട്ടോ. സാധാരണക്കാരെ അസാധാരണക്കാരാക്കി മാറ്റുക അഭിഷേകം. സ്തോത്രം. ദാവീദ് പറഞ്ഞ ഒറ്റ കാര്യമേ ഉള്ളൂ, വാളും കുന്തവും പരിചയമൊക്കെ ആയിട്ടാ നീ വരുന്നത്, പക്ഷെ ഞാൻ വരുന്നത് നീ നിന്ദിക്കുന്ന ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ ഞാൻ വരികയാ. ഇത് പറഞ്ഞിട്ടവൻ മുന്നോട്ടോടി വെല്ലുവിളികളെ സെക്കൻഡ് കൊണ്ട് പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി പന്തലിനകത്തിരിക്കുന്ന ഒരു ദൂത മുന്നിലുള്ള സകല വെല്ലുവിളികളെ കാൽ കീഴാക്കാൻ കഴിയുന്ന നാമമാ യേശുവിന്റെ നാമം. വിടുതൽ നൽകാൻ തരുന്ന നാമമാ യേശുവിന്റെ നാമം. സ്തോത്രം. സകല മുട്ടും മടങ്ങുന്ന നാമമാ യേശുവിന്റെ നാമം. സ്തോത്രം. ഈ നാമം നമ്മുടെ മുന്നിൽ വന്നാൽ, സ്തോത്രം, ഈ നാമം നമ്മുടെ നാവിൽ ഉച്ചരിച്ചാൽ മുന്നിലുള്ള സകല വൈതരണികളെയും നമുക്ക് അതിജീവിക്കാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. അവിടെ എഴുതിയിരിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം, രക്ഷപ്പെടാനുള്ള നാമം, സൗഖ്യം പ്രാപിക്കുന്ന നാമം. അപ്പോസ്തലപ്രവൃത്തി 10:48 സ്നാനപ്പെടുന്ന യേശുവിന്റെ നാമത്തിൽ. നോക്കിക്കേ, സ്തോത്രം. ഈ നാമത്തിന്റെ മുമ്പിലാണ് ഇന്ന് രാത്രി നാം ആയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ നാമം നമ്മുടെ മേൽ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കാൻ കഴിയും? അവസ്ഥകളെ മാറ്റുന്ന നാമമായത്, അവസ്ഥകളെ മാറ്റുന്ന നാമമായത്, ജീവിതത്തിന് രൂപാന്തരം തരുന്ന മാറ്റമാ. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം, ഇതൊരു മതത്തിൻ്റെയോ ഒരു സംഘടനയുടെയോ ഒരു പ്രത്യേക യോഗമല്ല പ്രിയരേ. സ്തോത്രം. അല്ലെങ്കിൽ സുവിശേഷം എന്ന് പറയുന്ന നാടിൻ്റെ നന്മയാണ്. പ്രൈസ് ദി ലോർഡ്. ജയിലുകളിൽ മിനിസ്ട്രി ചെയ്യുമ്പോൾ ഞങ്ങൾ ജയിലുകളിൽ പോകാറുണ്ട്, തടവുപുള്ളികളോട് സുവിശേഷം അറിയിക്കാറുണ്ട്. അധികാരികൾ ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, സ്തോത്രം, സഹോദരങ്ങളെ, സ്തോത്രം, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് സുവിശേഷം കൊണ്ട് കഴിയും. കാരണം മുഷ്ടിപ്രയോഗമില്ലാതെ, ഉരുട്ടും പരട്ടും ഒന്നുമില്ലാതെ, ലാത്തിപ്രയോഗമില്ലാതെ, സ്തോത്രം, നമുക്കറിയാം ഭാരതത്തിൻ്റെ മണ്ണിൽ 10,000 കണക്കിന്
കുറ്റവാളികളെ ഈ സുവിശേഷം രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞു. സ്തോത്രം. ജയിലുകളിൽ ഞങ്ങളോടൊപ്പം അനേക ഒരു കാലത്ത് അവർ തടവറയിൽ കിടന്നവരാ. പക്ഷെ ഈ സുവിശേഷം അവരെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. ഈ നാമം മാനസാന്തരപ്പെടുത്തുന്ന നാമമാ. ഈ നാമം മനുഷ്യരെ രൂപാന്തരത്തിലേക്ക് നയിക്കുന്ന നാമമാ. സ്തോത്രം. പ്രിയരെ, ഈ നാമം ഞങ്ങൾ പറയുന്നതിനൊരു കാര്യം, തെരുവിൽ ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നവരാ. സ്തോത്രം. കഴിഞ്ഞ ദിവസമൊക്കെ പാലക്കാടിൻ്റെ മണ്ണിൽ യേശുവിനെ പ്രസംഗിച്ചു. സ്തോത്രം. തെരുവോരങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കുന്നവരാ. എന്താ കാരണമെന്നറിയാമോ? ഇടത് കൈയിൽ മദ്യക്കുപ്പിയും വലതു കൈയിൽ വടിവാളുമായിട്ട് കൊട്ടേഷൻ സംഘത്തിൻ്റെ നേതാക്കന്മാരായി കാലുവെട്ടാനും തലവെട്ടാനുമൊക്കെ, സ്തോത്രം, 10,000 ലക്ഷവും ഒക്കെ മേടിച്ച് പെട്ടിക്കകത്ത് പൂട്ടിവെച്ചിട്ട് തരമന്വേഷിച്ച് നടന്ന ഒരു കൂട്ടം ഗുണ്ടാ നേതാക്കന്മാർ, കൊട്ടേഷൻ ടീമുകൾ ഇതുപോലെ തെരുവോരങ്ങളിൽ നിന്നുകൊണ്ട് മാറ്റമില്ലാത്ത സുവിശേഷത്തിന്റെ സത്യങ്ങളെ പ്രസ്താവിക്കപ്പെട്ടപ്പോൾ ആ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ മദ്യക്കുപ്പി എടുത്തു കളഞ്ഞ് കടാരകൾ എടുത്തു കളഞ്ഞിട്ട് പെട്ടിക്കകത്ത് മേടിച്ചു വെച്ചിരുന്ന പണം ആരിൽ നിന്ന് വാങ്ങിയോ അത് തിരികെ കൊടുത്തിട്ട് കറുത്ത ബൈൻഡിട്ട ബൈബിളുമായി തെരുവോരങ്ങളിൽ ഞങ്ങളോടൊപ്പം നിന്ന് യേശുവിനെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ കഴിയും, മനുഷ്യനെ മാറ്റത്തിലേക്ക് നയിക്കാൻ, മനുഷ്യനെ രൂപാന്തരത്തിലേക്ക് നയിക്കുവാൻ, മൃഗീയ വാസന നയിക്കുന്ന മനുഷ്യന് മാറ്റം കൊടുക്കുവാൻ കഴിയുന്ന ഏകനാമമുണ്ടെങ്കിൽ അത് ഇന്ന് രാത്രി ഇവിടെ ഉയർത്തുന്ന യേശുവിന്റെ നാമമാ. ഇത് 10,000കണക്കിന് ലക്ഷക്കണക്കിന് മദ്യപാന്മാരെ സുവിശേഷകരാക്കി മാറ്റി, ലക്ഷക്കണക്കിന് തടവുപുള്ളികളെ സുവിശേഷകരാക്കി മാറ്റി. എന്തുകൊണ്ട്? സുവിശേഷം എന്ന് പറയുന്ന സദ്വർത്തമാനമാ, നല്ല വർത്തമാനമാ. അവരെ നല്ലവരാക്കി മാറ്റിയത് ഈ സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ള ഒരു കൂട്ടം യുവാക്കൾ ഞങ്ങളോടൊപ്പം തെരുവിൽ നിൽക്കുമ്പോൾ ധൈര്യത്തോടെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, സുവിശേഷമാർക്കും ദ്രോഹമല്ല, സുവിശേഷം ജീവിതങ്ങളെ വിടുവിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പാപത്തിന്റെ പരിണിത ഫലമാ ഈ മദ്യം, മയക്കുമരുന്ന്, ഈ അധാർമികമായ അനുഭവങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കണ്ടു. സാത്താന്യ ആരാധന കേരളത്തിൽ വർദ്ധിച്ചു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, ഈ സമീപ സ്ഥലത്ത്, സ്തോത്രം, നമുക്കറിയാം, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കുഞ്ഞുങ്ങൾ കൂട്ടമായി പഠിക്കുന്ന ഒരു സ്ഥലം. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു പറയും, അവിടെ സാത്താന്റെ ആരാധന തുടങ്ങി. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും നമ്മൾ ഉടരേണ്ട സമയം കഴിഞ്ഞു. സ്തോത്രം. വീട്ടിലിരിക്കുന്ന TV-യിലെ ചാനലുകളെ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാം. പക്ഷെ ജന്മം കൊടുത്ത മക്കളെ നിയന്ത്രിക്കാൻ കയ്യിലിരിക്കുന്ന റിമോട്ട് കൊണ്ട് കഴിയത്തില്ല. അതിനാണ് ഇതുപോലുള്ള ഹെബ്രോൻ മിനിസ്ട്രി പോലുള്ള മിനിസ്ട്രികൾ. സ്തോത്രം. അല്പം മുമ്പ് അഭിഷിക്തൻ പറഞ്ഞല്ലോ, പിതാക്കന്മാര്, സ്തോത്രം, പ്രായമുള്ള പിതാക്കന്മാര്, സ്തോത്രം, കുടുംബമായി കുഞ്ഞുങ്ങളായി സന്തോഷത്തോടെ അവർക്കൊക്കെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ, സ്തോത്രം, BG മാസ്റ്ററോടെ പോയപ്പോൾ ഇവിടുത്തെ KC വർഗീസ് മാസ്റ്റർ മകളെയൊക്കെ അവിടെ വെച്ച് കണ്ടു. ഡിസ്ട്രിക്ട് കൺവെൻഷന് പോയപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, പ്രിയരെ, ഹല്ലേലൂയ, അവർക്കൊക്കെ കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ജീവിക്കാൻ, സ്തോത്രം, ദൈവം കൊടുത്ത നന്മകളുണ്ട്. പക്ഷേ രാവും പകലും ഇതുപോലെ, സ്തോത്ര, യോഗങ്ങൾ നടത്തി, മീറ്റിങ്ങുകൾ നടത്തി ദേശത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നു, മദ്യപാന്മാർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരയുന്നു, അവരുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി മധ്യസ്ഥ അണയ്ക്കുന്നു. അവരുടെ തലമുറകൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ അവർ നിലവിളിയോടെ രാവുകളെ പകലുകളാക്കി പ്രാർത്ഥിക്കുന്നു. ഹാലൽ അവരൊക്കെ ഹാലൽ ഉറങ്ങിക്കിടക്കുമ്പോഴും ഇതുപോലുള്ള സുവിശേഷ വേലക്കാര്, സഹോദരി സഹോദരങ്ങള്, മാതാപിതാക്കള്, എന്റെ പ്രിയരെ, ദേശവാസികളെ, നിങ്ങളെല്ലാം കിടക്കയിൽ വിശ്രമത്തിലായിരിക്കുമ്പോൾ സുവിശേഷ വേലക്കാർ ചെയ്യുന്നത് ഹല്ലേലൂയ നന്മ എന്താണെന്ന് അറിയാമോ? രാവുകളെ പകലുകളാക്കി. ഞാൻ രക്ഷിക്കപ്പെട്ടവന്റെ വീട്ടിൽ ജനിച്ചതല്ല. സ്തോത്രം. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടതല്ല. സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെല്ലാം നന്നായി ഞങ്ങളോട് സഹകരിക്കുന്നു. എല്ലാവരുടെയും മുമ്പിൽ ഞങ്ങൾ, സ്തോത്രം, ദൈവം തന്ന സാക്ഷ്യത്തോടെ ജീവിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ അനുഭവിച്ചതും രുചിച്ചതുമായ ഒരു സത്യം പറയാം. സ്തോത്രം. നമ്മളൊക്കെ കിടന്നുറങ്ങിയ സമയത്തും, സ്തോത്രം, ഞാൻ എന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തി തന്നെ പറയാം, രാവുകളെ പകലുകളാക്കി മദ്യപാന്മാരുടെ കുടുംബത്തിന്റെ സമാധാനം,
അവരുടെ കുടുംബജീവിതത്തിന്റെ ഭദ്രത, അവരുടെ തലമുറകളുടെ ഓരോ ചലനങ്ങളിലും കർത്താവേ അവർ ഈശ്വരനെ അറിയുന്നവരായി മാറണം, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നവരായി മാറണം. സ്തോത്രം. അവർക്കൊരു ഈ മദ്യത്തിന്റെ പിന്തുടർച്ച ഉണ്ടാകരുതെന്ന് പറഞ്ഞ് രാവുകളെ പകലുകളാക്കി സുവിശേഷ വേലക്കാർക്ക് അറിയുകയാണ്. പലപ്പോഴും കേരളത്തിലും മറ്റു പലയിടത്തൊക്കെ സ്തോത്രം ചവിട്ടിയും തുപ്പിയും അടിച്ചുമൊക്കെ അവരെ കൊല്ലുമ്പോഴും സ്തോത്രം അവസാന തുള്ളി രക്തം വരെ അവരുടെ ശരീരത്തിൽ നിന്ന് വാർന്നൊഴുകുമ്പോഴും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവമേ ക്ഷമിക്കണമേ എന്ന്. കാരണം തിരിച്ചടിക്കാൻ അറിയാത്തവരല്ല, സ്തോത്രം തിരിച്ചു പ്രവർത്തിക്കാൻ അറിയാത്തവരുമല്ല. ഒരു കാലത്ത് അങ്ങനൊക്കെ ചെയ്തിരുന്നവരാം. പക്ഷേ തമ്പുരാൻ ആ കയ്യെ കൂട്ടിക്കെട്ടി. ക്രിസ്തുവിന്റെ സ്നേഹം സുവിശേഷ വേലക്കാരനെ കയ്യെ കൂട്ടിക്കെട്ടി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഹല്ലേലൂയ യേശുവിനെ ഉയർത്തുന്ന സുവിശേഷ വേലക്കാർക്ക് ഒന്നേ ഉള്ളൂ, ദേശത്തിനു വേണ്ടി കരയുന്നു. സ്തോത്രം. ജനത്തിനു വേണ്ടി കരയുന്നു. അങ്ങനെയെങ്കിൽ രാവുകളെ പകലുകളാക്കി പ്രിയരെ അവർ കരയുന്നത് ദേശത്തിന്റെ വിടുതലിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ട്? യേശുവിന്റെ നാമം അവർക്ക് കൊടുത്ത മാറ്റം. ഇന്ന് രാത്രി ആ മാറ്റം ഞങ്ങളുടെ കുടുംബത്തെയും രൂപാന്തരത്തിലേക്ക് നയിച്ചു. സ്തോത്രം. ഒരു കൂട്ടം അഭിഷിക്തന്മാർ കരത്തോട് കരം കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എടുത്ത ഒരു തീരുമാനമുണ്ടായിരുന്നു. എൻ്റെ ആ അവസാന ശ്വാസം പോകുന്ന നിമിഷം വരെ യേശു, സ്തോത്രം എന്ന് വെച്ചാൽ മരിക്കുന്ന നിമിഷം വരെ യേശു എന്ന പദം എൻ്റെ അതിരത്തിൽ എടുക്കുകയില്ലാന്ന് ഈ രാത്രി വിളിച്ചു പറയട്ടെ പ്രിയരെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ എടുത്ത ദൃഢനിശ്ചയത്തിൻ്റെ നടുവിൽ നാവ് താണുകിടന്ന് എൻ്റെ അടുക്കൽ അവർ വന്ന് കരത്തോട് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അവരാത്മാവിൽ പ്രാർത്ഥിച്ചു. അവരാത്മാവിൽ നിറഞ്ഞ് ദൈവമേ ഇന്ന് പകൽ ഇവിടെ ഒരു വിടുതൽ സംഭവിക്കണം. അത് യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു വിടുതലായിരിക്കണം. സകല മുഴങ്കാലും മടങ്ങുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. സ്തോത്രം. മരണത്തിന് ഒതുക്കാൻ കഴിയാത്ത നാമം. സ്തോത്രം. ആർക്കും പിടിച്ചു വെക്കാൻ കഴിയാത്ത നാമം. പ്രിയരെ, യേശുവിനെ അറിയാത്ത കുടുംബത്തിൽ അന്ന് പകൽ സ്തോത്രം ആ നാമത്തെ ഉയർത്തിക്കഴിഞ്ഞപ്പോൾ സകല ബന്ധനങ്ങളും ഒഴിഞ്ഞു. എല്ലാവർക്കും ഒരു നിമിഷം എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ബന്ധനങ്ങളെ അഴിക്കുന്ന നാമം, കെട്ടുകളെ അഴിക്കുന്ന നാമം, എല്ലാ നാമത്തിലും മേലായ നാമം. സ്തോത്രം. സ്തോത്രം. മരണത്തിന് ഒതുക്കാൻ കഴിയാത്ത നാമം, കല്ലറക്കടക്കി വെക്കാൻ കഴിയാത്ത നാമം, പിശാചിന് തോൽപ്പിക്കാൻ കഴിയാത്ത നാമം, ആ നാമമായ യേശുവിൻ്റെ നാമം. അങ്ങനെയെങ്കിൽ ഈ നാമത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഒരുത്തനും ലജ്ജിപ്പാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി സ്തോത്രം കളർ ഏതാണോ, കുടുംബം ഏതാണെന്നോ, സ്തോത്രം മതം ഏതാണെന്നോ, ജാതി ഏതാണെന്നോ, ഇതൊന്നും ദൈവത്തിന് വിഷയമല്ല. സ്തോത്രം. അല്ലേ, മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായമെന്ന് മാത്രം, അത് അഭിപ്രായമാണ്. പ്രിയരെ, എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്. നമ്മൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ആരാധിക്കുമ്പോൾ ദേശത്തിലൊരു വിടുതൽ സംഭവിക്കണം. കാരണം ഈ നാമം എവിടെയൊക്കെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ടോ അദൃശ്യ മണ്ഡലങ്ങളിൽ വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. കണ്ണുകളെ അടച്ചാട്ട്, അതരങ്ങളെ തുറന്നൊന്ന് സ്തുതിച്ചാട്ട്. ഈ നാമം ചൊല്ലി ദർശനത്തോടിറങ്ങിയ പൗലോസ് ശീലാസും ചന്തസ്ഥലത്തൂടെ വലിച്ചിഴക്കപ്പെട്ടു. ഈ നാമനിമിത്തം അവരടികൊണ്ടു. ഈ നാമനിമിത്തം അവർ ചെയ്തത് ദുരാത്മാവിനെ ശ്വാസിച്ചതിന്റെ പരിണിത ഫലം. ചന്തസ്ഥലത്തൂടെ അവർ വലിക്കപ്പെട്ടു, അടികൊണ്ടു, കാരാഗ്രഹത്തിനകത്താക്കി. പക്ഷേ കാലാമത്തിലിട്ടാലും കൈകൾ ചങ്ങലകളാൽ ബന്ധിച്ചാലും പ്രിയരെ, നാമം അതരത്തിൽ നിന്ന് മാറിപ്പോകത്തില്ല. ആ നാമം അതരത്തിൽ നിന്ന് മാറിയില്ല. അവരതരം തുറന്ന് അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പാടി പ്രാർത്ഥിച്ചു, ദൈവത്തെ സ്തുതിച്ചു. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ കാരാഗ്രഹത്തിൽ വന്നത് ഈ നാമത്തിലാണ്, കാരാഗ്രഹത്തിൽ കേറിയത് ഈ നാമത്തിലാണ്, കൈകൾ ബന്ധിക്കപ്പെട്ടത് ഈ നാമത്തിലാണ്, കാലുകൾ ബന്ധിക്കപ്പെട്ടത് ഈ നാമത്തിലാണ്, പടയാളി മുന്നിൽ വന്നത് ഈ നാമത്തിലാണ്. അങ്ങനെയെങ്കിൽ ഇത്ര പ്രതികൂല ഈ നാമത്തിൽ ഞങ്ങൾ സഹിച്ചെങ്കിൽ ഈ നാമത്തിൽ ഇന്നൊരു വിടുതലുണ്ട്.
കരമടിച്ചു ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഈ നാമത്തിൽ ഒരു വിടുതലുണ്ട്. അവർ പാടാൻ തുടങ്ങി, അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അവർ സ്തുതിക്കാൻ തുടങ്ങി. ആ കാരാഗ്രഹത്തിനകത്ത് ദൈവശക്തി ഇറങ്ങാൻ തുടങ്ങി. ഇന്ന് രാത്രി നാം പാടി സ്തുതിക്കുമ്പോൾ, നാം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നാം ആരാധിക്കാൻ തുടങ്ങുമ്പോൾ, സകല മുഴങ്കാലം മടങ്ങുന്ന യേശുവിന്റെ നാമം, എല്ലാ നാമത്തിലും മേലായ നാമം, നസ്രയനായ യേശുവിന്റെ നാമം, വിടുവിക്കുന്ന നാമം, ഉയർപ്പിക്കുന്ന നാമം, ജീവിക്കുന്ന നാമം, കെട്ടുകളെ അഴിക്കുന്ന നാമം.